ഹലോ ഡിയർ ജെയ് മക്കിൾസ്, ഇറ്റ്സ് മീ മഹ്റൂഫ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ്. ജെയ് എക്സാമൊക്കെ ഉഷാറായിട്ട് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. സാർ ഇന്നത്തെ സെഷനിൽ ചെയ്യാൻ വേണ്ടി പോകുന്ന കാര്യം ജനുവരി 30 നടന്നിട്ടുള്ള ഷിഫ്റ്റ് 1 എക്സാമിൻ്റെ ഫസ്റ്റ് ഫേസ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഒട്ടും സമയം കളയാനില്ല, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പായിട്ട് അത് മെമ്മറി ബേസ് ചെയ്ത് കുട്ടികൾ പല ആൾക്കാരും പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കറിയാം അല്ലേ, ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ ആ രീതിയിലാണ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും എങ്ങനെയാണ് ചെയ്യേണ്ട ഒരു ബേസിക് കോൺസെപ്റ്റ് ആണ് മക്കൾ മനസ്സിലാക്കേണ്ട. ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് ആദ്യം സാർ പറയുകയാണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരിക്കും മക്കൾക്ക് കിട്ടിയിട്ടുണ്ടാവുക. ദാറ്റ് ഈസ് 2 rings of equal radius are arranged perpendicular to each other with a common center at C carrying equal current. Find the magnetic field at C എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അല്ലേ. ഇത് കണ്ടിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പാതിരാത്രി വരെ നീണ്ടു നിൽക്കുന്ന സെഷൻസിൽ സനാഫ് സാറും അതേപോലെ തന്നെ ഷബീർ സാറും എല്ലാവരും കൂടെ ഒരുപാട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ വരുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ തന്നെയാണത് അല്ലേ. മക്കൾക്കറിയാം ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ദാറ്റ് ഈസ് μ0I / 2R എന്ന് പറയുന്നതാണ്. ക്ലിയർ. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി നോക്കുക, 2 ലൂപ്പാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ലൂപ്പ് കാരണം, ഈ ഫസ്റ്റ് ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ, രണ്ടാമത്തെ ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് അതിന് പെർപെൻഡിക്കുലർ. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ് സർ വരുന്നത്? ഫസ്റ്റ് ലൂപ്പിന്റെ കേസിൽ ഇങ്ങനെ I ക്യാപ്പ് ഡയറക്ഷനിലാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ലൂപ്പ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇറ്റ് വിൽ ബി ഇൻ Y ഡയറക്ഷൻ, ദാറ്റ് ഈസ് J ക്യാപ്പ് ഡയറക്ഷനിലായിരിക്കും. ഓക്കെ, അപ്പോൾ സർ ഇതിനെ B1 B2 എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണേണ്ടത് ഇത് രണ്ടും കൂടെ ഉണ്ടാക്കുന്ന റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡാണ് അല്ലേ. ഇൻ ബിറ്റ്വീനുള്ള ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പോൾ റിസൾട്ടന്റ് കണ്ടെത്താൻ വേണ്ടി അല്ലേ നമ്മൾ വെക്ടർ ഫോം അല്ലേ ഡയറക്റ്റ് അങ്ങനെ നമുക്ക് ഈസി ആയിട്ട് ഷോർട്ട് കട്ടിനെ ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ റിസൾട്ടന്റ് മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടെത്തേണ്ട ഇത് B1 B2 ഒക്കെയാണ് μ0I / 2R എന്ന് പറയുന്നത്. നമുക്ക് കാണേണ്ട റിസൾട്ടന്റ് എന്ന് പറയുന്നത് B = √2 ടൈംസ് ഓഫ് R എന്നുള്ള രീതിയിൽ അല്ലേ, √2 ടൈംസ് ഓഫ് B1 അല്ലെങ്കിൽ B2 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. രണ്ടും ഒരേപോലത്തെ കറണ്ട് ക്യാരിങ് ലൂപ്പുകളാണല്ലോ. അപ്പോൾ √2 ടൈംസ് ഓഫ് B നെറ്റ് അല്ലെങ്കിൽ റിസൾട്ടന്റ് എന്ന് പറയുന്നത് √2 ടൈംസ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. അപ്പോൾ √2 ടൈംസ് ഓഫ് നമ്മുടെ B എന്ന് പറയുന്നത് μ0I / 2R ആണ് അല്ലേ. അപ്പോൾ നമുക്ക് √2 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ എന്താണ് കിട്ടുക? μ0I / √2R എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് ഫൈനൽ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. μ0I / √2R എന്നുള്ള രീതിയിലാണ് ഫൈനൽ എക്സ്പ്രഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഷോർട്ട് കട്ട് ആയിട്ട് ഫാസ്റ്റ് ആയിട്ട് മക്കൾക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ മക്കളേടാ? നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോസ് ഓഫ് മോഷൻ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ആക്സിലറേഷൻ ഓഫ് 2 കിലോഗ്രാം ബ്ലോക്ക് ആസ് ഷോൺ ഇൻ ദ ഡയഗ്രാം എന്നാണ് പറഞ്ഞത്. ഡയഗ്രാമിൽ തന്നതനുസരിച്ച് 2 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയാണ് അതാണ് കാണേണ്ടത്. ഈസി ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ പല ആൾക്കാർക്കും അല്ലെ കൺഫ്യൂസിംഗ് ആണ് ഈ ഒരു ക്വസ്റ്റ്യൻ. നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 4 കിലോഗ്രാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണമായിട്ട് ആ 4 കിലോഗ്രാം കാരണമായിട്ട് 4G എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക് ആക്ട് ചെയ്യും. നമുക്ക് ആദ്യം വെയിറ്റുകൾ നോക്കി നോക്കാം അല്ലേ. അപ്പോൾ ഇതിൽ 2 കിലോഗ്രാം ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് mg sin θ താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. ഫ്രിക്ഷൻ നെഗ്ലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ mg sin θ എന്ന് പറയുമ്പോൾ 2g sin θ ദാറ്റ് ഈസ് sin 37. ക്ലിയർ. ഈ രീതിയിൽ എടുക്കാൻ പറ്റും. ഇവിടെ ഇതിൽ ആക്ട് ചെയ്യുന്ന ടെൻഷൻ സർ T എന്ന് കൊടുക്കുന്നു. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ആക്സിലറേഷൻ ഉണ്ട്. അത് എത്രയും നമുക്ക് അറിയില്ല. സർ അതിനെ A1 എന്ന് വിളിക്കുകയാണ്. ക്ലിയർ. അപ്പോൾ T ടെൻഷനാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെയും T ടെൻഷൻ ഉണ്ട്, ഇവിടെയും T ടെൻഷൻ ഉണ്ട്. അപ്പോൾ അത് രണ്ടിൻ്റെയും കൂടെ അല്ലേ എഫക്റ്റ് ദാറ്റ് ഈസ് 2T എന്ന് പറയുന്ന ടെൻഷനാണ് ഇവിടെ ആക്ട് ചെയ്യുക. ക്ലിയർ. ഈ രീതിയിലാണ് നമ്മൾ അല്ലേ ഓവറോൾ അതിൻ്റെ ഒരു ഡയഗ്രാം നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ക്ലിയർ. ഇനി എല്ലാവർക്കും അറിയുന്ന കാര്യം നമ്മൾ സാധാരണ ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന രീതിയാണ് ടെൻഷൻ ഇൻറ്റു ആക്സിലറേഷൻ. നെറ്റ് ടെൻഷൻ ഇൻറ്റു ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു എന്താണ്? 0 ആണ്. ക്ലിയർ. അപ്പോൾ ഫസ്റ്റ് കേസിൽ T × A1 പ്ലസ് നമുക്ക് ഇവിടുത്തെ ദാറ്റ് ഈസ് 2T ആണ് ഇവിടുത്തെ ടെൻഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ആക്സിലറേഷൻ എന്ന് പറയുന്നത് A ആണ് അല്ലേ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ A ആണ് ഇവിടുത്തെ ആക്സിലറേഷൻ. ഓക്കെ, A എന്ന് എടുക്കുക നമ്മൾ അവിടുത്തെ ആക്സിലറേഷൻ. അപ്പോൾ അങ്ങനെയെങ്കിൽ 2Tക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ ദാറ്റ് ഈസ് A ആണ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കും? 0 എന്ന് കിട്ടും അല്ലേ. ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ മക്കൾ നോക്കി ഇവിടെ ടെൻഷൻ നെറ്റ് ടെൻഷൻ ഈസ് ഈക്വൽ ടു ഈ രീതിയിൽ നമുക്ക് റിസൾട്ടിൻ്റെ ടെൻഷൻ ഈസ് ഈക്വൽ ടു ഈ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ആക്സിലറേഷൻ താഴേക്കല്ലേ, അപ്പോൾ നമുക്ക് മൈനസ് കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് TA1 ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ സർ എടുക്കാൻ പറ്റുക? 2TA എന്നുള്ള രീതിയിലാണ് എടുക്കാൻ പറ്റുക. ടെൻഷൻ ഗെറ്റ് ക്യാൻസൽഡ്. ഈസി ആയിട്ട് സിമ്പിൾ ആയിട്ട് പറയാന്നുണ്ടെങ്കിൽ 2 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എന്ന് പറയുന്നത് താഴേക്ക് ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ്റെ 2 ടൈംസ് ആകാരം. ഇത് മാത്രമേ നമുക്ക് ഇവിടുന്ന് മനസ്സിലായിട്ടുള്ളൂ. ഓക്കെ, ഇത് മാത്രമാണ് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. ഓക്കെ, അതായത് 2 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ A1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഡൗൺവേർഡ് ആക്സിലറേഷൻ്റെ 2 ടൈംസ് ആയിരിക്കും. ഈ രീതിയിലാണ് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുക. ക്ലിയർ. ഇനി അടുത്തത് നമുക്ക് ഇവിടുത്തെ ഈ ആക്സിലറേഷൻ്റെ വാല്യൂ 2 കിലോഗ്രാമിൽ ആക്ട് ചെയ്യുന്ന ആക്സിലറേഷൻ എത്രയാണ് അതാണ് ക്വസ്റ്റിൽ കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ മക്കൾ ചിന്തിച്ച് നോക്കുക. ഫസ്റ്റ് കേസിൽ ഞാൻ അവിടുത്തെ നെറ്റ് ഫോഴ്സ് എടുക്കുകയാണ്. ദാറ്റ് ഈസ് T മുകളിലേക്ക് T ആക്ട് ചെയ്യുന്നുണ്ട്, താഴേക്ക് 2G sin 37 ആക്ട് ചെയ്യുന്നുണ്ട്. ഈസ് ഈക്വൽ ടു അവിടുത്തെ അല്ലേ എന്ത് കൊടുക്കാൻ പറ്റും? നെറ്റ് ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. അപ്പോൾ മാസ് എന്ന് പറയുന്നത് 2 കിലോഗ്രാം ആണ്. മുകളിലേക്ക് T അടിയിലേക്ക് 2G sin 37 ഈസ് ഈക്വൽ ടു അവിടുത്തെ നെറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ആക്സിലറേഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ ആക്സിലറേഷൻ ദാറ്റ് ഈസ് 2A ഇങ്ങനെയാണ് എടുക്കാൻ പറ്റും അല്ലേ. മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 2 കിലോഗ്രാം നമുക്ക് അറിയൂലേ. അപ്പോൾ ഇവിടെ തന്നെ കൊടുക്കാം മാസ് ഇൻറ്റു ആക്സിലറേഷൻ 2 × 2A. ഈ രീതിയിലാണ് എടുക്കാൻ പറ്റും അല്ലേ. മാസ് 2 കിലോഗ്രാം ആണ് ആക്സിലറേഷൻ എന്ന് പറയുന്നത്. A1 ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടിയത്? 2A എന്നാണ് കിട്ടിയത്.
ക്ലിയർ. അപ്പോൾ ഇതിനെ ചെറുതാ ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്ത് എഴുതുകയാണ്. ടി മൈനസ് 2g അങ്ങനെ തന്നെ കൊടുക്കുന്നു. സൈൻ 37 എന്ന് പറയുമ്പോൾ ആ ഒരു ട്രയാങ്കിൾ മക്കൾക്ക് പരിചയമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. സൈൻ 37ൻ്റെ ട്രയാങ്കിൾ പരിചയമുണ്ട് എന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാണ് തീറ്റ എങ്കിൽ ദിസ് ഈസ് 37 എന്നുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് വരുന്നത് 3 ആണ്, ഹൈപ്പോട്ടനസ് വരുന്നത് 5 ആണ് അല്ലേ. ഈ രീതിയിലൊരു ട്രയാങ്കിൾ ആയിരുന്നു അത്. അപ്പോൾ അങ്ങനെ വെച്ചാൽ സൈൻ 37 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് 3/5 എന്നുള്ള രീതിയിൽ നമുക്ക് അതിനെ എടുക്കാൻ പറ്റും അല്ലേ. ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്ത് അവിടെ തന്നെ കൊടുക്കാൻ പറ്റും. ഈസ് ഈക്വൽ ടു 4a എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ സർ, ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ദിസ് ഈസ് ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ സെക്കൻഡ് കേസിലുള്ള ഫോഴ്സസ്, നെറ്റ് ഫോഴ്സ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൽ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഇവിടെ 4g എന്ന് പറയുന്ന അല്ലേ ആ ഒരു മാസമാണല്ലോ മൊത്തത്തിൽ എല്ലാത്തിനെയും കൂടെ വലിച്ച് താഴേക്ക് വരുന്നത്. അപ്പോൾ 4g ആണ് അവിടുത്തെ അല്ലേ വലിയ ഫോഴ്സ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 4g മൈനസ് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എടാ 4g മൈനസ് അവിടെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ മുകളിലേക്ക് എത്ര ആക്ട് ചെയ്യുന്നത്? 2t ആണ് മുകളിലേക്ക് ആക്ട് ചെയ്യുന്ന ടെൻഷൻ. ഈസ് ഈക്വൽ ടു എടാ അവിടുത്തെ മാസ് ഇൻറ്റു ആക്സലേഷൻ. മാസ് എത്രയാണ് അവിടെ വരുന്നത്? മാസ് എന്ന് പറയുന്നത് 4 കിലോഗ്രാം ആണ്. ആക്സലേഷൻ എന്ന് പറയുന്നത് a ആണ്. അപ്പോൾ 4 ഉണ്ട്, മാസ് ഉണ്ട്, ആക്സലേഷൻ എന്ന് പറയുന്നത് a ആണ്. ഓക്കെ, ഈ രീതിയിൽ കൊടുക്കാം. അപ്പോൾ 4g മൈനസ് 2t ഈസ് ഈക്വൽ ടു എന്തെന്ന് കൊടുക്കാൻ പറ്റും സർ? 4a എന്ന് കൊടുക്കാൻ പറ്റും. 4a, ദാറ്റ്സ് 4a. ക്ലിയർ. ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഓക്കെ, ഈ ഒരു കാര്യം ചെയ്യാം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോൾ 2t ആണുള്ളത്, ഇവിടെ t ആണുള്ളത് അല്ലേ. മുകളിൽ ഇക്വേഷൻ നമ്പർ 1 t ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. ഇക്വേഷൻ നമ്പർ 1 × 2g ആണ്. ഓക്കെ, ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ വേറെ പല മെത്തേഡ്സ് ഉപയോഗിക്കാം അല്ലേ. ഇതാണ് ഡയറക്റ്റ് മെത്തേഡ്. ഓക്കെ, എല്ലാവർക്കും അല്ലേ കത്താൻ വേണ്ടിയിട്ടാണ് സർ ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 × 2g ആണ്. അപ്പോൾ അങ്ങനെ ഇക്വേഷൻ നമ്പർ 1 എങ്ങനെയായിട്ടാണ് മാറുക? 2t ആവും. മൈനസ് 2 × 3 6 ആണ്. 6 × 2 എന്ന് പറയുമ്പോൾ 12 ആണ്. 12g/5 എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു 80a എന്നുള്ള രീതിയിൽ കിട്ടും. ഇതാണ് ഇക്വേഷൻ നമ്പർ 3. ക്ലിയർ, മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കാൻ ഒന്നുമില്ല. ഇക്വേഷൻ നമ്പർ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2t മൈനസ് 12g/5 ഈസ് ഈക്വൽ ടു 80 എന്ന് കിട്ടി. ഇനി അടുത്ത പരിപാടി എന്താ? നമ്മൾ ഇക്വേഷൻ നമ്പർ നമുക്ക് ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോലെ വേണ്ടേ. അപ്പോൾ 2t മറ്റേ മൈനസ് 2t ഉണ്ട്, ഇവിടെ 2t ഉണ്ട്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 3 ആഡ് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 + 3 ഒറ്റയടിക്ക് ചെയ്യാം. ഇക്വേഷൻ നമ്പർ 2 + 3 ചെയ്യുന്ന സമയത്ത് എന്താ സർ നമുക്ക് കിട്ടുന്നത്? ഇവിടെ 4g ഉണ്ട്, ഇപ്പുറത്ത് മൈനസ് 12/5g ഉണ്ട്. ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടൂടാ? 8ഉം 4ഉം ദാറ്റ് ഈസ് 12a എന്ന് കിട്ടും. 12a എന്ന് കിട്ടും. ക്ലിയർ. അപ്പോൾ 5 × 4 20, 20 മൈനസ് 12 എന്ന് പറയുമ്പോൾ 5 × 4 നമുക്ക് ആ സ്റ്റെപ്പ് അങ്ങനെ തന്നെ ചെയ്യാം. 5 × 4 20 ആണ്. 20 മൈനസ് 12 20g മൈനസ് 12g ഓൾ ഡിവൈഡ് ബൈ 5 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുക? 12a ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? 5g/5 എന്ന് കൊടുക്കാൻ പറ്റും. 8g/5 എന്ന് കൊടുക്കാൻ പറ്റും അല്ലേ. അതായത് ഇത്രയേ ഉള്ളൂ സ്റ്റെപ്പ്. 4g അതായത് 4 × 5 എന്ന് പറയുമ്പോൾ 20 ആണ്. ആ സ്റ്റെപ്പ് ആ രീതിയിൽ തന്നെ എഴുതാം. 20g മൈനസ് 12g/5 12g/5. ഓക്കെ, ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടിയ? ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടിയത്? 12a എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ 20 മൈനസ് 12 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 8g/5 ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും? 12a എന്ന് കിട്ടും. നമുക്കിവിടെ വേണ്ടത് എന്താ? ആക്സിലറേഷൻ a ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു ഇതിന് രണ്ടിനും വേണമെങ്കിൽ ഇവിടെ തന്നെ വെട്ടാൻ പറ്റും കേട്ടോ. അപ്പോൾ 4 വെട്ടുമ്പോൾ അല്ലേ 4 കൊണ്ട് വെട്ടുന്ന സമയത്ത് 2 × 4 ആണ് 8 എന്ന് പറയുന്നത്. ഇവിടെ 3 × 4 ആണ് 12 എന്ന് പറയുന്നത്. ഓക്കെ, 3 × 4 ആണ് 12 എന്ന് പറയുന്നത്. അപ്പോൾ ആക്സിലറേഷൻ a ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് കിട്ടുക? ഇവിടെ 2g/15 എന്നാണ് കിട്ടുക. 2g/15 ഇതാണ് ആക്സിലറേഷൻ a. അപ്പോൾ ഏതാ സർ ഓപ്ഷൻ വരുന്നത്? 2g/15. പക്ഷേ മക്കൾ ശ്രദ്ധിക്കണം, ഈ ആക്സിലറേഷൻ a എന്ന് പറഞ്ഞാൽ അത് എന്തിന് അക്രോസ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണോ? ഈ ആക്സിലറേഷൻ a എന്ന് പറയുന്നത് 4 കിലോഗ്രാമിന് അക്രോസ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ് അല്ലേ. ഓക്കെ, നമുക്ക് വേണ്ടത് എന്താ? 2 കിലോഗ്രാമിന് അക്രോസ് ആയിട്ടുള്ള ആക്സിലറേഷൻ ആണ്. ദാറ്റ് ഈസ് a1 എന്ന് പറയുന്ന ആക്സിലറേഷൻ ആണ്. അതെന്താണ്? 2 ടൈംസ് ഓഫ് a ആണ് അല്ലേ. അപ്പോൾ 2 ടൈംസ് ഓഫ് a ആണ് നമ്മുടെ a1 എന്ന് പറയുന്നത്. നമുക്ക് വേണ്ടത് a1 ആണ്. അതാണ് 2 കിലോഗ്രാമിന് അക്രോസ് ആയിട്ടുള്ള ആക്സിലറേഷൻ. ദാറ്റ് ഈസ് 2 ടൈംസ് ഓഫ് a ആണ്. ദാറ്റ് ഈസ് എത്രയാണ് നമുക്ക് കിട്ടുക? 4g/15 എന്നാണ് കിട്ടുക. 4g/15 ദാറ്റ് വിൽ ബി ദ ഫൈനൽ ആൻസർ. അപ്പോൾ ഏതാണ് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്? 4g/15 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫൈനൽ ആൻസർ കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. മക്കളെ, നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ പാർട്ടിക്കിൾ ഓഫ് മാസ് m ഈസ് പ്രൊജക്റ്റഡ് വിത്ത് സ്പീഡ് v അറ്റ് എ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ ദാറ്റ് ഈസ് 30 ഡിഗ്രി. ഒരു പാർട്ടിക്കിൾ 30 ഡിഗ്രി ആംഗിൾ ഓഫ് പ്രൊജക്ഷനിൽ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട് വിത്ത് ഹൊറിസോണ്ടലുമായിട്ട് 30 ഡിഗ്രിയാണ് ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. ഫൈൻഡ് ദ ആംഗുലാർ മൊമെന്റം. ആംഗുലാർ മൊമെന്റം ആണ് കണ്ടത് എബൌട്ട് എ പോയിന്റ് ഓഫ് പ്രൊജക്ഷൻ വെൻ ഇറ്റ് റീച്ചസ് ഇറ്റ്സ് മാക്സിമം ഹൈറ്റ്. എടാ ഹൈറ്റ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് അല്ലേ. അപ്പോൾ മാക്സിമം ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്തുള്ള അവിടുത്തെ എന്തെന്നാ കാണണ്ടടാ? നമ്മൾ എന്താ കാണേണ്ടത്? അവിടുത്തെ ആംഗുലാർ മൊമെന്റം ആണ് കാണേണ്ടത് അല്ലേ. ഓക്കെ, അപ്പോൾ മക്കൾക്ക് എല്ലാവർക്കും അറിയാം ആംഗുലാർ മൊമെന്റ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്ന സമയത്ത് L = mvr എന്നുള്ള രീതിയിൽ റിലേഷൻ നമ്മൾ ഈസി ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നമുക്ക് അതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യാം? mvh അതിന്റെ മാക്സിമം ഹൈറ്റ് എന്നുള്ള രീതിയിലാണ് ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഇവിടുത്തെ ആംഗുലാർ മൊമെന്റത്തെ കൺസിഡർ ചെയ്യാൻ പറ്റുക. അപ്പോൾ m എന്ന് പറയുമ്പോൾ മാസാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ. പാർട്ടിക്കിളിന്റെ മാസിന് നമുക്ക് m എന്ന് തന്നെ കൊടുക്കാം. വെലോസിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ മാക്സിമം പോയിന്റിലുള്ള വെലോസിറ്റി ദാറ്റ് ഈസ് അല്ലേ vx ദാറ്റ് ഈസ് u cos θ എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യാറ്. അപ്പോൾ സർ v cos 30 എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നു. വെലോസിറ്റി എന്ന് പറയുന്നത് ദാറ്റ് ഈസ് v cos 30. ഇനി
ഇനി അതിൻ്റെ ഹൈറ്റ് കൊടുക്കണം. എങ്ങനെയാണ് സർ ഹൈറ്റ് കൊടുക്കുന്നത്? ഹൈറ്റ് എന്ന് പറയുമ്പോൾ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g ആണ് അല്ലേ. വി സ്ക്വയർ സൈൻ സ്ക്വയർ 30 ഡിവൈഡ് ബൈ 2g എന്നുള്ള രീതിയിൽ സർ ഹൈറ്റും കൊടുക്കുകയാണ്. ഇനി ഒന്നുമില്ല, അതിന് ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യാനുള്ളൂ. സൈൻ 30 എന്ന് പറയുമ്പോൾ 1/2 ആണ് അല്ലേ. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 1/4 ആണ്. ആ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യുക. സോ ദാറ്റ് നമുക്ക് ഫൈനൽ വാല്യൂ ആയിട്ട് കിട്ടുന്നത് √3 mv³ ഡിവൈഡ് ബൈ 16g എന്ന് പറയുന്നതാണ്. √3 mv³ ഡിവൈഡ് ബൈ 16g എന്ന് പറയുന്നതാണ്. ഏതാണ് ഓപ്ഷൻ വരിക? √3 mv³ ഡിവൈഡ് ബൈ 16g. സെക്കൻഡ് ഓപ്ഷനാണ് അല്ലേ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത്. അടുത്ത ക്വസ്റ്റിലേക്ക് പോകാലോ അല്ലേ. ഡയറക്റ്റ് കോൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മക്കൾസ് നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി ഇൻ 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ആറ്റംസ് സർ എടുത്ത സമയത്ത് പ്രത്യേകം ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. എടാ ഈസി ക്വസ്റ്റ്യൻ അല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഗ്രാവിറ്റേഷനിൽ കയറി വരുന്ന സെയിം കോൺസെപ്റ്റ് ആണ്. നമ്മൾ ഇവിടെ ഈ ക്വസ്റ്റ്യൻ്റെ കേസിൽ 5th എക്സൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് ഹൈഡ്രജനോ ഈ കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യമില്ല. ഏറ്റവും സിമ്പിൾ ആയിട്ട് നോക്കുക എന്തൊക്കെ തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും തമ്മിലുള്ള റേഷ്യോ ആണ് ചോദിച്ചത്. മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. എടാ ജസ്റ്റ് അതിൻ്റെ മോഡ് വാല്യൂ ആണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ മക്കൾ ഈസി ആയിട്ട് എങ്ങനെയാണ് സർ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എടാ കൈനറ്റിക് എനർജിയുടെ -2 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്. -2 ടൈംസ് ഓഫ് കൈനറ്റിക് എനർജിയാണ് എന്തെന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ കൈനറ്റിക് എനർജി ഡിവൈഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ എങ്ങനെയാണ് സർ നമുക്ക് എഴുതാൻ പറ്റുക? ദാറ്റ് വിൽ ബി ലൈക്ക് -1/2 എന്നുള്ള രീതിയിലാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് ഓപ്ഷൻ അല്ലേ, തേർഡ് ഓപ്ഷൻ. ഗ്രാവിറ്റേഷനിലും അതേപോലെ തന്നെ ടോട്ടൽ എനർജി ഓഫ് എ ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ ഓർബിറ്റിംഗ് പ്ലാനറ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അല്ലാതെ തന്നെ നമ്മുടെ ആറ്റംസിലും ഏത് കേസിലാണെന്നുണ്ടെങ്കിലും എനർജി കൈനറ്റിക് എനർജി ബൈ പൊട്ടൻഷ്യൽ എനർജി റേഷ്യോ നമുക്ക് ഈ രീതിയിലാണ് കൺസിഡർ ചെയ്യാൻ പറ്റുക. അത് 5th അല്ലേ, അങ്ങനെയുള്ള കൺസിഡറേഷൻസ് ഒന്നും അതിലില്ല. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്, വെരി ഈസി ക്വസ്റ്റ്യൻ. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് മക്കൾ നോക്കിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ ഇലക്ട്രോസ്റ്റാറ്റിക്സുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 700 ഓം റെസിസ്റ്റൻസ്. എടാ 700 ഓം റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള എന്താ നമ്മൾ കാണേണ്ടത്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 700 ഓം എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എങ്ങനെ കാണാം? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണണമെന്നുണ്ടെങ്കിൽ മക്കൾ നോക്കി നോക്കുക. ഈ എല്ലാ റെസിസ്റ്ററുകളും ഇരിക്കുന്നത് സീരീസ് ആയിട്ടാണ് അല്ലേ. അപ്പോൾ സീരീസ് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അവിടെ ഏതാ കോൺസ്റ്റന്റ്? കറണ്ട് ആണ് സർ കോൺസ്റ്റന്റ്. സീരീസ് കോമ്പിനേഷൻ ആണ്. ആരാണ് കോൺസ്റ്റന്റ്? കറണ്ട് ആണ് കോൺസ്റ്റന്റ്. അപ്പോൾ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാം? ആദ്യം നമുക്ക് ഇവിടുത്തെ കറണ്ട് കണ്ടോക്കാം. കാര്യം ഇവിടെ കറണ്ട് അല്ലേ എല്ലാത്തിനും അക്രോസ് ആയിട്ട് ഫ്ലോ ചെയ്യുന്ന കറണ്ട് കോൺസ്റ്റന്റ് ആണ് നമുക്കറിയാം സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ. അപ്പോൾ നമ്മളിവിടെ കറണ്ട് കാണുകയാണ്. കറണ്ട് I is equal to എന്താ സർ കണ്ടെത്താനുള്ള ഇക്വേഷൻ? I is equal to V/R ആണ് അല്ലേ. അതായത് R മീൻസ് R എഫക്റ്റീവ്, ഇവിടുത്തെ മൊത്തം റെസിസ്റ്റൻസ്. അപ്പോൾ അങ്ങനെയെങ്കിൽ V എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ആണ് സർ. വോൾട്ടേജിൻ്റെ വാല്യൂ എത്രയാണ്? ദാറ്റ് ഈസ് 7. R എന്ന് പറയുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് 3.5 കിലോ എന്നാണ്. അപ്പോൾ 3500 എന്ന് സർ എടുക്കുകയാണ്. പിന്നെ ഒരു 200 ഉണ്ട്, പ്ലസ് എന്തുണ്ട്? 700 ഉണ്ട് അല്ലേ. അപ്പോൾ R1 + R2 + R3 ഇങ്ങനെയാണല്ലോ എഫക്റ്റീവ് റെസിസ്റ്റൻസ് സീരീസ് കോമ്പിനേഷൻ്റെ കേസിൽ നമ്മൾ സാധാരണഗതിയിൽ കാണുന്നത് അല്ലേ. R1 + R2 + R3 എന്നുള്ള രീതിയിൽ സർ ഇപ്പുറത്തേക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ ഈസ് ഈക്വൽ ടു 7 അങ്ങനെ തന്നെ കൊടുക്കുന്നു. 7 ഡിവൈഡ് ബൈ നമ്മുടെ മൊത്തം വാല്യൂസ് ദാറ്റ് ഈസ് 3500 + 200 + 700 എന്നുള്ള രീതിയിൽ നമ്മൾ കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോൾ എത്രയാണ് സർ കിട്ടുക? 7 ഡിവൈഡ് ബൈ 4400 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. 4400 എന്നുള്ള രീതിയിൽ നമുക്ക് വാല്യൂ കിട്ടും. ക്ലിയർ? അതവിടെ ഇരുന്നോട്ടെ. നമുക്ക് കാണേണ്ടത് എന്താ? ഈ 700 ഓമിന് 700 ഓമിന് അക്രോസ് ആയിട്ടുള്ള എന്ത് നടക്കാണ്ട് എന്താ കാണാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്? ഗിവൺ ഇൻ ദ ഗിവൺ ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിന് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ V is equal to എന്താ? V is equal to IR ആണ് അല്ലേ. അപ്പോൾ V is equal to നമുക്ക് എന്ത് കൊടുക്കാം? IR എന്ന് കൊടുക്കാം. കറണ്ട് ഓൾറെഡി നമ്മൾ കണ്ടിട്ടുണ്ട്. 7 ഡിവൈഡ് ബൈ 4400 ആണ് ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത്. എല്ലാറ്റിനും എല്ലാ റെസിസ്റ്ററുകൾക്കും അക്രോസ് ആയിട്ട് ഒഴുകുന്നത് സെയിം കറണ്ട് ആണ്. അപ്പോൾ V is equal to IR ഏത് റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ളതാണ് കാണേണ്ടത്? 700 ഓം റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇൻറ്റു 700 എന്ന് നമുക്ക് ചെയ്യുക. അപ്പോൾ 7 × 700 അല്ലേ, 7 × 7 49. ഓക്കെ, അടിയിൽ എന്താ ഉള്ളത്? 2 zeros ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 49 ഡിവൈഡ് ബൈ 44 എന്നാണ് കിട്ടുക. നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് 1.1 അത്രയും വോൾട്ട് എന്നുള്ള രീതിയിലാണ് മക്കളെ ഫൈനൽ ആൻസർ കിട്ടുന്നത്. 49 ഡിവൈഡ് ബൈ 44. അപ്പോൾ ഏതാണ് ആൻസർ കിട്ടുക? 1.1 വോൾട്ട് എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. സെറ്റ് അല്ലേ? അടിപൊളിയായിട്ട് കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. എടാ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എ ബോൾ ഈസ് റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് ഓഫ് 1 മീറ്റർ ഓൺ എ സ്മൂത്ത് ഹെമിസ്ഫെറിക്കൽ സർഫസ് ആസ് ഷോൺ. എടാ ഫിഗറിൽ കാണിച്ചിട്ടുള്ള പോലെ ഒരു സ്മൂത്ത് ഹെമിസ്ഫെറിക്കൽ സർഫസിലൂടെ ഒരു ബോൾ നമ്മൾ റിലീസ് ചെയ്യുകയാണ്. ഫൈൻഡ് ഇറ്റ്സ് വെലോസിറ്റി വെൻ ഇറ്റ് ഈസ് അറ്റ് എ ഹൈറ്റ് ഓഫ് 0.5 മീറ്റർ. അത് 0.5 മീറ്റർ ഹൈറ്റിലാകുന്ന സമയത്ത്, ഗ്രൗണ്ടിൽ നിന്ന് 0.5 മീറ്റർ ഹൈറ്റിലാകുന്ന സമയത്ത് അതിൻ്റെ വെലോസിറ്റി എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചെയ്തിട്ടുള്ള ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് അല്ലേ. ഓക്കെ, എങ്ങനെയാണ് സർ ഇത് ചെയ്യാൻ പറ്റുക? മക്കൾ നോക്കിക്കേ.
എടാ ബോൾ ഓൾറെഡി ഗ്രൗണ്ടിൽ നിന്ന് 1 മീറ്റർ ഹൈറ്റിലാണ് തുടക്കത്തിൽ ഇരുന്നിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇപ്പോൾ ബോൾ ഇരിക്കുന്നത് 0.5 മീറ്റർ ഹൈറ്റിലാണ് എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ 0.5 മീറ്റർ ഹൈറ്റിലാണ് ബോൾ ഇപ്പോൾ ഇരിക്കുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ 0.5 മീറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ബോൾ ഇവിടുന്ന് ഇതുവരെ ഇത്രയും ഡിസ്റ്റൻസ് ബോൾ ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ ബോൾ ഇവിടെ എത്തുന്ന സമയത്ത് ബോളിന് ഒരു വെലോസിറ്റി ഉണ്ട് സർ, അതിനെ VB എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈസി ആയിട്ട് എങ്ങനെയാണ് സർ ഇതിനെ റിലേറ്റ് ചെയ്യാൻ പറ്റുക? ഏറ്റവും ഈസി ആയിട്ട് കൈനറ്റിക് എനർജി പൊട്ടൻഷ്യൽ എനർജി കൺസെപ്റ്റ് ഉപയോഗിച്ച് തന്നെ റിലേറ്റ് ചെയ്യാം. അതായത് ഇതുവരെയുള്ള കൈനറ്റിക് എനർജി അതാണല്ലോ സർ പൊട്ടൻഷ്യൽ എനർജി ആയിട്ട് മാറുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹാഫ് mv² അങ്ങനെ തന്നെ സർ കൊടുക്കാം. ഈസ് ഈക്വൽ ടു എന്തെന്ന് എടുക്കാടാ, mgh എന്ന് എടുക്കാം. mgh എന്ന് കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഗെറ്റ് ക്യാൻസൽഡ്, 2 m നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും. എടാ ഇവിടെ 2 ഉണ്ട്, 2 അപ്പുറത്തേക്ക് എടുക്കാൻ പറ്റുമോ? VB² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ജി എന്ന് പറയുമ്പോൾ 10 എടുക്കാം എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം നമ്മളെടുത്ത് പറയുന്നുണ്ട്. ജി വാല്യൂ ഈസ് 10 എന്ന് ക്വസ്റ്റ്യനിൽ പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ജീൻ്റെ വാല്യൂ സർ 10 എന്ന് എടുക്കുന്നു. എച്ച് എന്ന് പറയുമ്പോൾ പാർട്ടികൾ ഇപ്പോൾ ഇരിക്കുന്ന VB എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി, B എന്ന് പറയുന്ന പോയിന്റിൽ എത്തുമ്പോഴുള്ള വെലോസിറ്റി ആണല്ലോ VB അല്ലേ. അപ്പോൾ ഈ ഒരു ഹൈറ്റിൽ എച്ച് എന്ന് പറയുന്ന ഈ ഒരു ഡിസ്റ്റൻസിൽ ഇരിക്കുമ്പോൾ എടാ ഇയാൾ ഇരിക്കുന്നത് ഗ്രൗണ്ടിൽ നിന്ന് 0.5 മീറ്റർ ഹൈറ്റിലാണ് ബോഡി ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹൈറ്റിൻ്റെ വാല്യൂ അത് എത്രയാണ് സർ? 0.5 ആണ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ 2ഉം 0.5ഉം വെട്ടിക്കൂടെ? 0.5 എന്ന് പറയുമ്പോൾ അത് 1/2 ആണല്ലോ. അപ്പോൾ 2 0.5 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ അങ്ങനെയെങ്കിൽ VBയുടെ വാല്യൂ അല്ലേ ഈ ഒരു പോയിന്റിലേക്ക് എത്തുന്ന സമയത്ത് 0.5 മീറ്റർ ഹൈറ്റിലേക്ക് എത്തുന്ന സമയത്ത് ആ ബോളിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് √10 എന്നുള്ള രീതിയിലാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക. ദാറ്റ് ഈസ് √10. ഓക്കെ, അപ്പോൾ ഏതാ സർ വരിക? തേർഡ് ഓപ്ഷനാണ് ഇവിടെ റൈറ്റ് ഓപ്ഷനായിട്ട് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുന്നത്, ചൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, കൺസെപ്റ്റ് സെറ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. എടാ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദ കറന്റ് ത്രൂ സെനർ ഡയോഡ്. സെനർ ബേസ് ചെയ്തുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ പ്രത്യേകം തന്നിട്ടുണ്ട് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് ഈസ് 5 വോൾട്ട് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് എത്രയാണ്? 5 വോൾട്ടാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യനിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സെനറിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 5 വോൾട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് അല്ലേ, ആ ഒരു വോൾട്ടേജ് സെനർ വോൾട്ടേജ് 5 വോൾട്ട് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ എന്താ നമ്മൾ കാണേണ്ടത്? എടാ സെനറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് ആണ് കാണേണ്ടത്. കറണ്ട് ത്രൂ സെനർ ഡയോഡ് ആണ് കാണേണ്ടത്. അപ്പോൾ കറണ്ട് ത്രൂ സെനർ ഡയോഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്നൊരു കറണ്ട് ഉണ്ടെങ്കിൽ അതാണ് രണ്ട് ഭാഗത്തേക്കും സ്പ്ലിറ്റ് ചെയ്ത് പോകുക. നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കി നോക്കുക, നമുക്ക് ആദ്യം എന്ത് കാണണം? ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കാണണം. അപ്പോൾ ഈ ബാറ്ററിയാണ് നമ്മൾ ആദ്യം കാണേണ്ടത്. ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എങ്ങനെയാണ് സർ ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കാണുക? ഐ ബാറ്ററി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ നെറ്റ് വോൾട്ടേജ് ഓക്കെ V/R. I ഈസ് ഈക്വൽ ടു V/R. അത് തന്നെയാണ് ബേസിക് ഇക്വേഷൻ. അപ്പോൾ V എന്ന് പറയുമ്പോൾ 20 വോൾട്ട് നമ്മുടെ ബാറ്ററിയുടെ സെല്ലിൻ്റെ വോൾട്ടേജ് ഉണ്ട്, മൈനസ് അവിടുത്തെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അതിന് കുറക്കണം. 20 - 5 ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാടാ? അതുമായിട്ട് അറ്റാച്ച് ചെയ്ത് വെച്ചുള്ള റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 200 എന്ന് പറയുന്നതാണ്. 200 ഓം ആണ്. ക്ലിയർ? അപ്പോൾ എത്ര കിട്ടുക? നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 15/200 ആംബിയർ എന്നുള്ള രീതിയിലാണ് ഫൈനൽ റിസൾട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബാറ്ററിക്ക് അല്ലേ അക്രോസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന കറണ്ട് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് 15/200. ഇനി അടുത്ത് നമ്മൾ ചെയ്യേണ്ടത് 300 ഓമിന് അക്രോസ് ആയിട്ടുള്ള ആ ഒരു കറണ്ട് കാണുക എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ V/R നമ്മൾ ചെയ്യുന്നു. 300 ഓമിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് ജനറൽ വോൾട്ടേജ് ദാറ്റ് ഈസ് 5 ആണ്. ഡിവൈഡ് ബൈ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയാണ്? 300 ആണ്. ക്ലിയർ? അപ്പോൾ രണ്ട് കറണ്ടുകൾ നമുക്ക് കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് ജനറിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് അല്ലേ. അപ്പോൾ I ജനർ ആണ് സർ നമുക്ക് കാണേണ്ടത്. അപ്പോൾ I ജനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? മക്കൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. I ബാറ്ററിക്ക് അക്രോസ് ആയിട്ടുള്ള കറണ്ടിന് നമ്മൾ എന്ത് കുറച്ചാൽ മതി? മൈനസ് I ആ 300 ഓമിന് അല്ലേ നമ്മൾ വെച്ചിട്ടുള്ള റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് കുറച്ചാൽ മതി അല്ലേ. അപ്പോൾ അതല്ലേ സ്പ്ലിറ്റ് ചെയ്ത് അപ്പുറത്തേക്കും പോകുന്നത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ സർ എങ്ങനെയാണ് അതിൻ്റെ വാല്യൂ കിട്ടുന്നത്? I ബാറ്ററി നമ്മൾ ഓൾറെഡി കണ്ടതാണ്. 15/200 ആണ് ഇതിൻ്റെ വാല്യൂ. മൈനസ് I 300 ഓം, അതായത് 300 ഓമിന് അക്രോസ് ആയിട്ടുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ദാറ്റ് ഈസ് 5/300 ആണ്. അങ്ങനെയാണ് നമുക്ക് ആ വാല്യൂ കിട്ടിയിട്ടുള്ളത്. 5/300 അങ്ങനത്തെ അല്ലേ കിട്ടിയേ? യെസ്. അപ്പോൾ അത് മക്കൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യാം, സിമ്പിളായിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് മക്കൾ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ലൈക്ക് വാല്യൂസ് എല്ലാം നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഒറ്റടിക്ക് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ മെത്തേഡ് ഉപയോഗിച്ചിട്ടൊക്കെ അല്ലേ ഇതിൻ്റെ ആൻസേഴ്സ് അല്ല എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയും ക്യാൻസൽ ചെയ്തിട്ടൊക്കെ പോകാൻ പറ്റും. അപ്പോൾ ഫൈനൽ ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 58.33 അത്രയും മില്ലി ആംബിയർ എന്നുള്ള രീതിയിലായിരിക്കും വാല്യൂ വരുന്നുണ്ടാവുക. ക്ലിയർ? ഈ രീതിയിലാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മക്കളെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈസ് വർക്ക് എനർജി പവർ അല്ലേ, അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. ബോൾ റിലീസ്ഡ് ഫ്രം എ ലോസ് ഓഫ് മോഷൻ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബോൾ റിലീസ്ഡ് ഫ്രം എ ഹൈറ്റ് 10 മീറ്റർ സ്ട്രൈക്സ് ഗ്രൗണ്ട് ആൻഡ് റിബൗണ്ട്സ് ഹൈറ്റ് 5 മീറ്റർ. ഓക്കെ, അപ്പോൾ 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ നമ്മൾ റിലീസ് ചെയ്യണം. 10 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഒരു ബോളിനെ റിലീസ് ചെയ്യുന്നു. ആ ബോൾ നേരെ താഴേക്ക് വന്നിട്ട് ഇതായി ഇങ്ങനെ ഗ്രൗണ്ടിൽ വന്നിട്ട് ടച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 10 മീറ്റർ ഹൈറ്റിൽ നിന്നാണ് ഈ ബോളിനെ റിലീസ് ചെയ്തിട്ടുള്ളത്. ഗ്രൗണ്ടിൽ ടച്ച് ചെയ്തിട്ട് വീണ്ടും റീബൗണ്ട് ചെയ്തിട്ട് എത്ര ഹൈറ്റിലേക്ക് പോവുകയാണ്? 5 മീറ്റർ ഹൈറ്റിലേക്ക് വീണ്ടും തിരിച്ചു പോവുകയാണ്. ക്ലിയർ? ഇതാണ് ക്വസ്റ്റ്യൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ? അങ്ങനെയെങ്കിൽ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത് എന്താ? ഫൈൻഡ് ദ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ബൈ ദ ഗ്രൗണ്ട് വൈൽ കൊളീഷൻ
ഗിവൺ ദ മാസ് ഓഫ് ദ ബോൾ ഈസ് 100 ഗ്രാം. ബോളിൻ്റെ മാസ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ് എന്നുണ്ടെങ്കിൽ ഇമ്പൾസ് ഇമ്പാർട്ടഡ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ. അവിടെ ഉണ്ടായിട്ടുള്ള ഇമ്പൾസിൻ്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. മക്കൾ ചിന്തിച്ച് നോക്കുക, എടാ ബോൾ എത്ര ഹൈറ്റിൽ നിന്നാണ് റിലീസ് ചെയ്യുന്നത്? 10 മീറ്റർ ഹൈറ്റിൽ നിന്ന്. ബോൾ തിരിച്ച് എത്ര ഹൈറ്റിലേക്കാണ് റീബൗണ്ട് ചെയ്യുന്നത്? അത് 5 മീറ്റർ ഹൈറ്റിലേക്കാണ് അല്ലേ. ബോളിൻ്റെ മാസ് തന്നിട്ടുണ്ട് 100 ഗ്രാം ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇമ്പൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ ഫൈനൽ മൊമെൻറ്റം മൈനസ് mv2 മൈനസ് mv1 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മൈനസ് കൂടെ എക്സ്ട്രാ ചേർക്കുകയാണ്. കാര്യം എന്താണ്? ബോൾ ഇങ്ങനെ വന്ന് താഴേക്ക് വീഴുന്നു, ഇടിച്ചിട്ട് റീബൗണ്ട് ചെയ്ത് പോകുന്ന ഡയറക്ഷൻ അത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഇത്തരം കേസുകളിൽ മക്കൾ എങ്ങനെയാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്? മാസ് ഇൻറ്റു അല്ലെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് ഫൈനൽ വെലോസിറ്റി, അല്ലെങ്കിൽ ആ വെലോസിറ്റികളുടെ സമ്മ് എന്നുള്ള രീതിയിലാണ് ഇതിനെ കൺസിഡർ ചെയ്യേണ്ടത്. v2 + v1 ഇങ്ങനെ എടുക്കാൻ പറ്റും. എം കോമൺ ആയതുകൊണ്ട് അല്ലേ, മൈനസ് ഓഫ് മൈനസ് അത് പ്ലസ് ആണല്ലോ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സർ എങ്ങനെയാണ് ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുക? മാസിൻ്റെ വാല്യൂ 100 ഗ്രാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ 100/1000 കിലോഗ്രാമിലേക്ക് മാറ്റുമ്പോൾ 0.1 ആണ്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രീലി ഫാളിംഗ് ബോർഡിൻ്റെ കേസിൽ അല്ലെ, അതിൻ്റെ ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ ഫ്രീലി ഫാളിംഗ് ബോർഡിൻ്റെ വെലോസിറ്റി നമ്മൾ എടുക്കാറ് എങ്ങനെയാണ്? √2gh ആണ് എടുക്കാറ്. √2gൻ്റെ വാല്യൂ 10 എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹൈറ്റ് ഫൈനലി അല്ലേ v2 എന്ന് പറയുന്ന കേസിൽ ഹൈറ്റ് എത്രയാണ് വരിക? 10 ആണ് വരിക. പ്ലസ് √2g അല്ലേ 2gh1. ഓക്കെ, അപ്പോൾ 2 കൊടുക്കുന്നു സർ. ജിൻ്റെ വാല്യൂ 10 എടുക്കുന്നു. h എന്ന് പറയുമ്പോൾ രണ്ടാമത് പൊങ്ങിയ ഹൈറ്റ് എന്ന് പറയുമ്പോൾ അത് 5 ആണ്. ക്ലിയർ? ഈ രീതിയിൽ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ 0.5 ഇവിടെ ഉണ്ട്, 0.5 ഉണ്ട്. 10 × 10 ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ എങ്ങനെ നമുക്ക് ഇതിനെ ഈസി ആയിട്ട് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുക? ഇതിനകത്ത് 2 10 വരുന്നത്, അപ്പോൾ 10 പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഇവിടെ 10 √2 എന്ന് വരുന്നുണ്ട്. 2 × 5 10 ആണ്. ഓക്കെ, അപ്പോൾ അല്ലേ 100 ഉണ്ട്, ഒരു 10 പുറത്തേക്ക് ഇട്ടു, ബാക്കി √2 ആണ് ഉണ്ടാവുക. അപ്പോൾ 2 × 5 10 ആണ്. 10 × 10 എന്ന് പറയുമ്പോൾ 100 ആണ്. അപ്പോൾ അവിടെയും ഒരു 10 വരും. ക്ലിയർ? രണ്ടിലും അല്ലേ 10 കോമൺ അല്ലേ. എടാ 10 × 10 എന്ന് പറയുമ്പോൾ 100 അല്ലേ. അപ്പോൾ 10 പുറത്തേക്ക് എടുക്കാം. പിന്നെ അവിടെ ബാക്കിയുള്ളത് √2 ആണ്. അപ്പുറത്തുള്ളത് 2 × 5 10, 10 × 10 100. അപ്പോൾ അല്ലേ 10 കോമൺ ആയി 10 എന്നുള്ള രീതിയിൽ അതിനെ എഴുതാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇമ്പൾസ് I = സർ എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? 100 ഗ്രാം എന്ന് പറയുമ്പോൾ 0.1 ആണ് അതിൻ്റെ വാല്യൂ വരുന്നത്. അപ്പോൾ രണ്ടിലും 10 കോമൺ ആണ്. 10 പുറത്തേക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇൻറ്റു എന്തെന്ന് നമുക്ക് എഴുതാൻ പറ്റും? ഇതിനെ √2 + 1 അല്ലെങ്കിൽ 1 + √2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ 0.1 × 10 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് 10. 0.1 × 10 എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 1. അപ്പോൾ 1 ഇൻറ്റു എന്തെന്ന് വരും? √2 + 1 എന്ന് വരും. ഓക്കെ, ഇതാണ് ഇമ്പൾസിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ 0.1 × 10 ചെയ്യുന്ന സമയത്ത് 1 എന്ന് വാല്യൂ കിട്ടും. അപ്പോൾ ഇത് √2 + 1 അങ്ങനെ ഒരു ഓപ്ഷൻ തന്നിട്ടില്ല നമുക്ക്. √2 + 1 എന്നുള്ള രീതിയിലാണ് മക്കൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് മക്കൾ പിക്ക് ചെയ്യേണ്ടത്. ഓക്കെ സർ, അടുത്ത ക്വസ്റ്റൻ എന്താ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ശ്രദ്ധിച്ചേ. ദ പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ ഓൺ ദ ആക്സിയൽ പോയിന്റിലാണ് കാണേണ്ടത്. ആര് കാരണമാണ് കാണേണ്ടത്? പൊട്ടൻഷ്യലാണ് കാണേണ്ടത്. ഇലക്ട്രിക് ഡൈപോൾ കാരണമാണ് കാണേണ്ടത്. ആക്സിയൽ പൊസിഷനിലാണ് കാണേണ്ടത്. അറ്റ് എ ഡിസ്റ്റൻസ് ആർ ഫ്രം ദ ഡൈപോൾ ഈസ് പ്രൊപ്പോർഷണൽ ടു. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഒരുപാട് പ്രാവശ്യം ഇത് എടുത്ത സമയത്തൊക്കെ അല്ലേ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എങ്ങനെയാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്? ഏതാ നമുക്ക് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റുന്നത്? സോ ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യൽ അത് പൊട്ടൻഷ്യൽ പ്രൊപ്പോർഷണൽ ടു 1/r² ആണ് അല്ലേ. 1/r² ആണ്. ഇനി അതന്നെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നെങ്കിൽ നിങ്ങൾ 1/r³ എടുക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഇതെന്താണ്? പൊട്ടൻഷ്യലാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ പ്രൊപ്പോർഷണൽ ടു 1/r². ഡയറക്റ്റ് ക്വസ്റ്റൻ ഒറ്റയടിക്ക് ടൈമൊക്കെ സേവ് ചെയ്ത് അടുത്ത ക്വസ്റ്റിന് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ടൈം മക്കളെ ഉപയോഗിക്കണം. അത്തരം ക്വസ്റ്റൻസിൻ്റെ കേസിൽ ഓക്കെയാണ് അല്ലേ. നമ്മൾ ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ്. ഈസി ക്വസ്റ്റൻ ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ 1/r² എന്നുള്ള രീതിയിൽ ഓപ്ഷൻ പിക്ക് ചെയ്യുക. അടുത്തത് എന്താണ്? മാക്സിമം വേവ് ലെങ്ത് ഓഫ് എ സോഴ്സ് സച്ച് ദാറ്റ് ഫോട്ടോ ഇലക്ട്രോൺ ക്യാൻ ബി ഇജക്റ്റഡ് ഫ്രം മെറ്റീരിയൽ ഓഫ് വർക്ക് ഫംഗ്ഷൻ 3 ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, ഒരു മെറ്റീരിയൽ അതിൻ്റെ വർക്ക് ഫംഗ്ഷൻ എത്രയാണ്? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ മാക്സിമം വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് സോഴ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റ്യൻ, നമ്മുടെ ഫോട്ടോലിറ്റിക് എഫക്റ്റുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ് ലാംഡ = എന്താണ്? ലാംഡ = h/p ആണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കൊടുക്കാം? ലാംഡ = h/p. അല്ലെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം? നമ്മുടെ എനർജി ഈസ് ആ രീതിയിൽ റിലേറ്റ് ചെയ്യാം. എനർജി = hc/λ. ഓക്കെ, എനർജി എന്താണ്? hc/λ ആണ്. ക്ലിയർ? അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് നമുക്ക് 3 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് എനർജി ആണല്ലോ. ഓക്കെ, വർക്ക് ഫംഗ്ഷൻ ആണ് നമുക്ക് തന്നത്. ദാറ്റ് ഈസ് മിനിമം എനർജി. അതിന് വേണ്ട മിനിമം എനർജി hc/λ എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ആൻസേഴ്സ് നോക്കുമ്പോൾ എല്ലാം തന്നിട്ടുള്ളത് ആംസ്ട്രോങ്ങിലാണ് അല്ലേ. ആംസ്ട്രോങ്ങിലാണ് വാല്യൂസ് തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് കാണേണ്ടത് മാക്സിമം വേവ് ലെങ്ത് ആണ്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ആണ് കാണേണ്ടത്. അപ്പോൾ ലാംഡ = എങ്ങനെ കൊടുക്കാം? hc/വർക്ക് ഫംഗ്ഷൻ എന്ന് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എച്ചിയുടെ വാല്യൂ നമുക്ക് ആംസ്ട്രോമിൽ കിട്ടണമെങ്കിൽ സർ 1242 അങ്ങനെയൊക്കെ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ നാനോമീറ്ററിലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാൻ പറ്റും എങ്ങനെ? 12400 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. നമുക്ക് വാല്യൂ കിട്ടേണ്ടത് എന്തിലാണ്? ആംസ്ട്രോമിലാണ് വാല്യൂ കിട്ടേണ്ടത്. ഡിവൈഡ് ബൈ വർക്ക് ഫംഗ്ഷൻ്റെ വാല്യൂ എത്രയാണ്? 3 ഇലക്ട്രോൺ വോൾട്ട് ആണ്.
ഓക്കെ, ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്യുക. എടാ 12 3 അല്ലേ 4 ടൈംസ് ആണ്, പിന്നെ 400 അല്ലേ 400 ആണ് വരുന്നത്. അപ്പോൾ ഈസി ആയിട്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് മക്കൾക്ക് ഇവിടെ കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 4133.3 ആങ്സ്ട്രോം എന്ന് പറയുന്ന രീതിയിലാണ് മക്കൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് സോൾവ് ചെയ്യുക. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഈ സോൾവിങ്ങിൽ നമ്മൾ ടൈം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ രീതിയിലാണ് മക്കൾ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ അന്ന് പാതിരാത്രിക്ക് 12 മണിക്ക് 12:15 12 വരെ നീണ്ടു നിന്ന സെഷനിൽ സർ പ്രത്യേകം പറഞ്ഞത് മക്കൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നുള്ളത്. ഓക്കെ, അപ്പോൾ സെറ്റായിട്ട് അടിപൊളിയായിട്ട് മക്കൾ ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുകയാണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് സർ? അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കിള്ളൻ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള കാര്യം എ ലോങ് വയർ ക്യാരിങ് കറണ്ട് √2 ആംപിയർ ഈസ് പ്ലേസ്ഡ് ഇൻ എ യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് 3 × 10⁻⁵ ടെസ്ല. ഓക്കെ, അപ്പോൾ കറണ്ടിന്റെ വാല്യൂ നമുക്ക് തന്നു. കറണ്ടിന്റെ വാല്യൂ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ദാറ്റ് ഈസ് √2 ആംപിയർ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. കറണ്ടിന്റെ വാല്യൂ എത്ര തന്നത്? √2 ആംപിയർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് തന്നിട്ടുണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? 3 × 10⁻⁵ ടെസ്ലയാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ തന്നിട്ടുള്ളത്. ഇഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ആണ്, തീറ്റ വാല്യൂ എത്രയാണ് സർ? 90 ഡിഗ്രി ആണ്, പെർപെൻഡിക്കുലർ ടു വയർ ആണ്. ഫൈൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ പെർ യൂണിറ്റ് ലെങ്ത് അല്ലെ, മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് കാണേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷനിൽ ഫോഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, പഠിച്ചിട്ടുള്ളതാണ്. ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെയാണ് സെർച്ച് ചെയ്യാൻ പറ്റുക? F = ബിൽ സൈൻ തീറ്റ എന്നൊക്കെ ചിലപ്പോൾ ഷോർട്ട് കട്ട് ആയിട്ട് ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ടാവും അല്ലേ. ബിൽ സൈൻ തീറ്റ അല്ലെങ്കിൽ അല്ലെ I × L ക്രോസ് അല്ലെ, ആ രീതിയിൽ ഈസി ആയിട്ട് എങ്ങനെ വെച്ചെങ്കിൽ മക്കൾ അത് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഷോർട്ട് കട്ട് ഇക്വേഷൻ ആയിട്ട് ബിൽ സൈൻ തീറ്റ എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടാവും. ഇവിടെ നമുക്ക് F/L ആണ് കാണേണ്ടത്, പെർ യൂണിറ്റ് ലെങ്ത് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ F/L ആണ് കാണേണ്ടത്. അപ്പോൾ = BI സൈൻ തീറ്റ എന്ന് നമ്മൾ എടുത്താൽ മതിയാവും. അപ്പോൾ BI സൈൻ തീറ്റ എന്ന് പറയുമ്പോൾ മക്കൾ സോൾവ് ചെയ്യുക. ബീൻ്റെ വാല്യൂ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 3 × 10⁻⁵ ആണ് ബീൻ്റെ വാല്യൂ. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് √2 ആണ്. സൈൻ്റെ വാല്യൂ സൈൻ 90 ആണ്. സൈൻ 90 എന്ന് പറയുമ്പോൾ 1 ആണ് അല്ലേ. അപ്പോൾ 3 √2 × 10⁻⁵ അല്ലേ, 3 √2 × 10⁻⁵ അത്രയും ന്യൂട്ടൺ എന്നുള്ള രീതിയിലാണ് വാല്യൂ വരിക. ദാറ്റ് ഈസ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് സെക്കൻഡ് ഓപ്ഷൻ ആണ്. അല്ലേ, സെറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ അല്ലേ. സർ, നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ മക്കൾ നോക്കിക്കേ. ഇഫ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഈസ് ഹാഫ്ഡ്, എടാ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നമ്മൾ നേരെ പകുതിയാക്കി കുറക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കത്തിലുള്ള ഇന്ന് ഇപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ നോക്കുന്ന സമയത്ത് നേരെ പകുതിയാണ്. പിന്നെ ആൻഡ് ലെങ്ത് ഓഫ് ദ വയർ ഹാവിങ് യങ്സ് മോഡുലസ് y ഈസ് ഡബിൾഡ്. യങ്സ് മോഡുലസ് ആണ് എന്ത്? y എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ആണ്. വയറിൻ്റെ ലെങ്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡബിൾ ചെയ്തിട്ടുണ്ട്. അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. ദെൻ യങ്സ് മോഡുലസ് വിൽ ബിക്കം, യങ്സ് മോഡുലസിന് എന്താ സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈസി ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. യങ്സ് മോഡുലസ് കണ്ടെത്താനുള്ള ഇക്വേഷൻ ഒക്കെ എല്ലാവർക്കും അറിയാം. y = FL/A∆L അല്ലെങ്കിൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ അല്ലേ, ലീനിയർ സ്ട്രെസ് ബൈ ലീനിയർ സ്ട്രെയിൻ. അപ്പോൾ ഈ രീതിയിൽ എങ്ങനെയാണെങ്കിൽ മക്കൾക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്ന കാര്യം എന്താ? ലെങ്ത് ഡബിളായി, ഏരിയ നേരെ പകുതിയായി, അപ്പോൾ അടിയിലുള്ള 2 മുകളിലേക്ക് കയറും, അപ്പോൾ 4 ടൈംസ് കൂടും 4y. അങ്ങനെയൊന്നും ചിന്തിച്ചേക്കരുത്, തെറ്റിക്കരുത്. മക്കൾ മനസ്സിലാക്കുക, എടാ ജോമെട്രിക്കൽ ഫാക്ടേഴ്സിനൊന്നും അനുസരിച്ച് വാരി ചെയ്യാത്ത അല്ലേ, അതിൻ്റെ മെറ്റീരിയൽ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് മാത്രം അല്ലേ, അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് എന്ത്? യങ്സ് മോഡുലസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഏരിയക്ക് മാറ്റം വരുത്തുന്നൊന്നും വിചാരിച്ചിട്ട് ആരും മാറൂല, യങ്സ് മോഡുലസ് മാറൂല. അപ്പോൾ നിങ്ങൾ ലെങ്ത് പകുതിയാക്കി അല്ലെങ്കിൽ ഏരിയ ഇരട്ടിയാക്കി എന്നൊന്നും വിചാരിച്ചിട്ട് ആരും മാറില്ല, നമ്മുടെ യങ്സ് മോഡുലസ് മാറില്ല. അപ്പോൾ സ്റ്റീൽ അങ്ങനെയുള്ള സംഭവങ്ങളുടെ കേസിൽ സ്പെസിഫിക് ആണത്, ഒരു സ്പെസിഫിക് വാല്യൂ നമ്മൾ അതിന് പഠിച്ചിട്ടുണ്ട് അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഏതന്നെയാണ് വരിക? വാല്യൂവിന് ഒരു മാറ്റവും വരില്ല, y എന്നുള്ള രീതിയിൽ തന്നെ അത് റിമെയിൻ ചെയ്യും. ലെങ്ത് നിങ്ങൾ ഇരട്ടിയാക്കിയതുകൊണ്ടോ ഏരിയ പകുതിയാക്കിയതുകൊണ്ടോ യങ്സ് മോഡുലസിന് ഒരു വ്യത്യാസവും വരില്ല. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ എന്താ സർ? അടുത്തൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഇൻ ആൻ ഇലക്ട്രിക് ട്രാൻസ്ഫോമറിൻ്റെ കേസിൽ 220 വോൾട്ട് ഈസ് അപ്ലൈഡ് ഓൺ ദ പ്രൈമറി കോയിൽ ഹാവിംഗ് നമ്പർ ഓഫ് ടേൺ 100. ഫൈൻഡ് ദ ഔട്ട്പുട്ട് കറണ്ട് ത്രൂ ദ 3 ഓം റെസിസ്റ്റൻസ്. 3 ഓം റെസിസ്റ്റൻസിലൂടെയുള്ള ഔട്ട്പുട്ട് കറണ്ടാണ് നമ്മൾ കാണേണ്ടത്. ഇഫ് ദ നമ്പർ ഓഫ് സെക്കൻഡറി ടേൺ ഈസ് 10, സെക്കൻഡറി ടേണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണെന്നുണ്ടെങ്കിൽ 10 ആണ് എന്നുണ്ടെങ്കിൽ, ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് സർ ഇത് ചെയ്യാൻ പറ്റുക? ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ, നമ്മുടെ ട്രാൻസ്ഫോമറുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്യാൻ പറ്റുക? അപ്പോൾ 220 വോൾട്ടാണ് നമ്മളിതിന് സപ്ലൈ ചെയ്യുന്നത് അല്ലേ. സപ്ലൈ ചെയ്യുന്നത് എത്രയാണ്? 220 വോൾട്ടാണ്. അപ്പോൾ പ്രൈമറിയിലെ വോൾട്ടേജ് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ വോൾട്ടേജ് ഈസ് ഈക്വൽ ടു പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺസ്. ഇങ്ങനെയാണല്ലോ നമ്മൾ റിലേഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ നിങ്ങൾ കൊടുക്കുക. പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? അത് 220 ആണ്. എടാ സെക്കൻഡറിയിലെ വോൾട്ടേജ്, പ്രൈമറിയിലെ വോൾട്ടേജ് എത്രയാണ്? 220 ആണ്. അത്രയല്ലേ നമ്മൾ കൊടുക്കുന്നത്. ഇനി സെക്കൻഡറിയിലെ വോൾട്ടേജ് എത്രയാണ്? നമുക്ക് അറിയില്ല, അത് നമ്മൾ ആദ്യം കാണേണ്ടത് അതാണ്. ഓക്കെ, സെക്കൻഡറി വോൾട്ടേജ് നമുക്ക് കാണാം. ഇനി പ്രൈമറിയിലെ നമ്പർ ഓഫ് ടേൺസ്, പ്രൈമറി കോയിൽ ഹാവിംഗ് നമ്പർ ഓഫ് ടേൺസ് 100 ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഡിവൈഡ് ബൈ സെക്കൻഡറിയിലെ നമ്പർ ഓഫ് ടേൺ 10 ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്തെടുക്കുക. എടാ VS ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടും? 22 എന്ന് കിട്ടും. ഓക്കെ, VSൻ്റെ വാല്യൂ 22 വോൾട്ട് എന്ന് കിട്ടും. സെക്കൻഡറി വോൾട്ടേജ്
വോൾട്ടേജ് നമുക്ക് കിട്ടി 22 വോൾട്ട്. അപ്പോൾ സെക്കൻഡറി വോൾട്ടേജ് കിട്ടിക്കഴിഞ്ഞാൽ 22 വോൾട്ട് എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അല്ലേ കറണ്ട് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. സെക്കൻഡറി കറണ്ട് നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയാണ് സർ സെക്കൻഡറി കറണ്ട് കാണുന്നത്? മക്കൾ നോക്കിക്കേ, സെക്കൻഡറി കറണ്ട് IS ഈസ് ഈക്വൽ ടു 22 വോൾട്ട് ആണല്ലോ സർ അവിടുത്തെ വോൾട്ടേജ് ഡിവൈഡ് ബൈ നമ്മൾ എന്ത് ചെയ്താൽ മതി, അവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ചെയ്താൽ മതി. അപ്പോൾ 3 ഓം ഉണ്ട്, എടാ അതേപോലെ തന്നെ 2 ഓം ഉണ്ട്. അപ്പോൾ R എഫക്റ്റീവ് എന്ന് പറയുമ്പോൾ 3 + 2 രണ്ടും സീരീസ് ആയിട്ടാണ്. അപ്പോൾ 22 ഡിവൈഡ് ബൈ 5 എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ 22/5 എന്ന് പറയുമ്പോൾ അല്ലേ 20/5 4ആണ്. അപ്പോൾ 4.4 ആംപിയർ എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് കിട്ടുക. അത് മനസ്സിലാക്കുക. അതിപ്പോൾ എന്താ 3 ഓമിലൂടെ ആയിക്കോട്ടെ, അത് എത്ര തന്നെയാണ് ഒഴുകുക, 4.4 ആംപിയറിനാണ് ഒഴുകുക. അതിനിപ്പോൾ 2 ഓമിൽ ചോദിച്ചാലും അതും എത്ര തന്നെയാണ് ഒഴുകുക, 4.4 ആംപിയറിനാണ് ഒഴുകുക. കാര്യം എന്തുകൊണ്ടാണ്, രണ്ടും സീരീസ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ടെണ്ണത്തിൽ കൂടിയും ഒരേപോലെ സെയിം കറണ്ടാണ് ഒഴുകുക. അത് എത്രയാണ്, 4.4 ആംപിയർ ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാണ് റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരിക, സെക്കൻഡ് ആൻസർ ആണ്, സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലെ, കൺസെപ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താണ് സർ? അടുത്ത ക്വസ്റ്റൻ നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ്, ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ ഗ്യാസ് അറ്റ് വിച്ച് ഇറ്റ്സ് RMS സ്പീഡ്, കൈനറ്റിക് തിയറി എന്നുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ, കൈനറ്റിക് തിയറി എന്നുള്ള ക്വസ്റ്റൻ ആണ്. RMS സ്പീഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ്. ഓക്കെ, രണ്ടാൾക്കാരുടെയും RMS സ്പീഡുകൾ ഈക്വൽ ആണ്, സെയിം ആണ്. എപ്പോൾ ഓക്സിജൻ്റെ അല്ല, അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചർ ആണ് കാണേണ്ടത്. അറ്റ് വിച്ച് ഇറ്റ്സ് RMS സ്പീഡ് ഈസ് ഈക്വൽ ടു ദാറ്റ് ഓഫ് ഓക്സിജൻ, അതിൻ്റെയും ഓക്സിജൻ്റെയും RMS സ്പീഡുകൾ ഈക്വൽ ആണ് അറ്റ് ഓഫ് ഓക്സിജൻ അറ്റ് 47 ഡിഗ്രി സെൽഷ്യസ് അല്ലെ, 47 ഡിഗ്രി സെൽഷ്യസിൽ. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ ടെമ്പറേച്ചർ ഓഫ് ഹൈഡ്രജൻ, അതായത് 47 ഡിഗ്രി സെൽഷ്യസിലുള്ള ഓക്സിജൻ്റെ RMS സ്പീഡിന് ഈക്വൽ ആണ് എന്ത്, ഹൈഡ്രജൻ്റെ RMS സ്പീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഹൈഡ്രജൻ ഇരിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്, അതാണ് ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ കത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ RMS സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്താണ്, ഒരു മോൾ ഗ്യാസിൻ്റെ കേസിൽ RMS സ്പീഡ് കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് √3 RT ഡിവൈഡ് ബൈ M ആണ് അല്ലേ. ഇത് മോളിക്യൂൾ ആകുമ്പോൾ നമ്മൾ KB ആക്കും, അല്ലെങ്കിൽ മോളാർ മാസിനെ നമ്മൾ മോളിക്യൂളിൻ്റെ മാസ് സ്മോൾ M ആക്കി മാറ്റുമായിരുന്നു. ക്ലിയർ. അപ്പോൾ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാമല്ലോ, രണ്ടാൾക്കാരുടെ ഓക്സിജൻ്റെയും അതേപോലെ തന്നെ ഹൈഡ്രജൻ്റെയും എന്ത് സെയിമാന്ന് നമുക്കറിയാം, RMS സ്പീഡുകൾ സെയിമാന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ സർ റിലേറ്റ് ചെയ്യണം. അപ്പോൾ √3 അങ്ങനെ തന്നെ കൊടുക്കുന്നു, R അങ്ങനെ തന്നെ കൊടുക്കുന്നു. ഹൈഡ്രജൻ്റെ ടെമ്പറേച്ചറാണ് നമുക്ക് കാണേണ്ടത്, അത് അറിയില്ല. ഡിവൈഡ് ബൈ ഹൈഡ്രജൻ്റെ മാസ് എന്ന് പറയുമ്പോൾ എത്രയുടെ വരിക, ഹൈഡ്രജൻ്റെ മോളാർ മാസ്, ഹൈഡ്രജൻ മോളിക്യൂൾ ആണ്, ഒരു മോൾ ഹൈഡ്രജൻ്റെ മാസ് അത് 2 ആണ് അല്ലേ, H2. ഓക്കെ, അപ്പോൾ എത്രയാണ്, 2 ആണ് വരിക. ഈസ് ഈക്വൽ ടു ഓക്സിജൻ്റെ കേസിൽ 3 സർ അങ്ങനെ തന്നെ കൊടുക്കുന്നു. 6 ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്, അതിനൊന്നും ഒരു മാറ്റവും വരില്ല. ടെമ്പറേച്ചർ എത്രയെന്നാണ് പറഞ്ഞത്, 47 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ 47 ഡിഗ്രി സെൽഷ്യസ് ആണ്, നേരിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. അതിലൂടെ എന്താ ആഡ് ചെയ്യണം, 273 ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 273 + 47 അത് എത്ര നമുക്ക് കിട്ടുക, 273 + 47 എന്ന് പറയുമ്പോൾ 20 എന്നുള്ള രീതിയിലാണ് കിട്ടുക, 320 കെൽവിൻ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ടെമ്പറേച്ചർ സീറോ കൊടുക്കുന്നു, 320 കെൽവിൻ എന്ന് കൊടുക്കുന്നു. ഡിവൈഡ് ബൈ എന്താ കൊടുക്കേണ്ടത്, ഇനി മോളാർ മാസ് ഓഫ് ഓക്സിജൻ, ഓക്സിജൻ്റെ മാസ് 16, ഇത് ഓക്സിജൻ മോളിക്യൂൾ O2 ഗ്യാസ് അല്ലേ. അപ്പോൾ എത്ര വരിക, 32 ആണ് വരിക, 32. അപ്പോൾ രണ്ട് ഭാഗത്തുള്ള റൂട്ട് നമുക്ക് ക്യാൻസൽ ചെയ്യുക, 3 ക്യാൻസൽ ചെയ്യുക, 6 ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, T/2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് കിട്ടുക, 320 ഡിവൈഡ് ബൈ 32 എന്നാണ് കിട്ടുക. ഓക്കെ, 32 വെട്ടാലോ. അപ്പോൾ അങ്ങനെയെങ്കിൽ T ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് കിട്ടുക, 20. T ഈസ് ഈക്വൽ ടു എന്താണ് കിട്ടുക, ഇവിടെ 32 2 ക്യാൻസൽ ചെയ്ത് 10 വരും അവിടെ ബാലൻസ് അല്ലേ. അപ്പോൾ 2 × 10 എന്ന് പറയുമ്പോൾ എന്താ സർ വരിക, 20 എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. എത്ര കിട്ടുക, 20 കെൽവിൻ എന്നുള്ള രീതിയിലാണ് കിട്ടുക. അപ്പോൾ ആൻസർ 20 കെൽവിൻ ആണ്, അങ്ങനെ ഒരു ആൻസർ ഇല്ല. നമുക്ക് തന്നിട്ടുള്ള ആൻസേഴ്സ് എല്ലാം എന്താണ്, ഡിഗ്രി സെൽഷ്യസിലാണ്. ഓക്കെ, അപ്പോൾ ഡിഗ്രി സെൽഷ്യസിലേക്ക് ഇതിനെ മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക, നമുക്ക് ഡിഗ്രി സെൽഷ്യസ് തന്ന വാല്യൂവിനെ കെൽവിനിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഇതിൽ ചെയ്യാറ് 273 ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് 273 കുറച്ചാൽ മതി. അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം, 273 അല്ലേ, ഇതിന്ന് കുറക്കാം, 273 നിന്ന് കുറക്കാം. അപ്പോൾ 20 - 273 അതാണ് നമ്മൾ ചെയ്യേണ്ടത്, -273. അപ്പോൾ നമുക്ക് എത്ര കിട്ടുക, 20 - 273 എന്ന് പറയുമ്പോൾ നമുക്ക് -253 അല്ലേ, -253 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ വാല്യൂ കിട്ടുക, -253 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിൽ. സർ വേണമെങ്കിൽ ഇപ്പുറത്തേക്ക് എഴുതാം, ദാറ്റ് ഈസ് 20 - 273 എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ എത്രയുടെ വാല്യൂ കിട്ടുക, -253 ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ഓപ്ഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ എത്ര വരിക, തേർഡ് ഓപ്ഷൻ, ദാറ്റ് ഈസ് -253 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നതാണ് റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ. ഇനി അടുത്ത ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർ അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കിട്ടുന്ന ക്വസ്റ്റൻ ആണ് അല്ലേ. ഇൻ AC സർക്യൂട്ട് വിത്ത് സോഴ്സ് വോൾട്ടേജ്, അവിടുത്തെ സോഴ്സ് വോൾട്ടേജ് നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ് സർ സോഴ്സ് വോൾട്ടേജ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് 20 sin 100t ആണ്, 1000t ആണ്, 20 sin 1000t ആണ്. ഇഫ് കണക്റ്റഡ് ടു സീരീസ് LR സർക്യൂട്ട്, LR സർക്യൂട്ടാന്ന് പറയുന്നുണ്ട്. പവർ ഫാക്ടറിൻ്റെ വാല്യൂ, അവിടുത്തെ പവർ ഫാക്ടർ PF, അതായത് കോസ് ഫൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് കോസ് ഫൈ, അല്ലെങ്കിൽ നമുക്ക് R/Z എന്നുള്ള രീതിയിൽ എടുക്കാം. R/Z വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 1/√2 ആണ്. അങ്ങനെയൊക്കെ നമുക്ക് പവർ ഫാക്ടർ കൺസിഡർ ചെയ്യാൻ പറ്റും അല്ലേ. ആ പവർ ഫാക്ടറിൻ്റെ വാല്യൂ ഓൾറെഡി ക്വസ്റ്റനിൽ
ഗിവൺ ആണ് 1/√2 എന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. എന്നിട്ട് അവിടെ പിന്നെ പറഞ്ഞിട്ടുള്ളത് അവിടുത്തെ നമ്മൾ എന്ത് കൺവേർട്ട് ചെയ്യുന്നു, ഇഫ് ഇ ഈസ് ഈക്വൽ ടു എത്രയാണ് അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നുണ്ട്, എ സി കറണ്ട് വിത്ത് സോഴ്സ് വോൾട്ടേജ് ഇഫ് ദെൻ ദ ന്യൂ പവർ വിൽ ബി. എടാ പിന്നീട് നമ്മൾ ആ വോൾട്ടേജിനെ എന്താക്കി മാറ്റുന്നുണ്ട്, 25 sin 2000 t ആക്കി മാറ്റുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് അതിനെ റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ തുടക്കത്തിൽ എത്ര 20 sin 1000 t ആണ്, പിന്നീട് നമ്മൾ അതിനെ 25 sin 2000 t ആക്കി മാറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ എന്തിന് ന്യൂ പവർ ഫാക്ടറിന് എന്ത് മാറ്റാണ് സംഭവിക്കുക, അതാണ് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, പവർ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എന്താ, R/Z ആണ്. ഓക്കെ, ഇത് ഏത് സർക്യൂട്ടാണ്, ഇതൊരു LR സർക്യൂട്ടാണ്. ഓക്കെ, എല്ലും ആറും മാത്രമുള്ള ഇൻഡക്ടറും അതേപോലെ തന്നെ റെസിസ്റ്ററും മാത്രമുള്ള സർക്യൂട്ട്, അതാണല്ലോ LR സർക്യൂട്ട്. അപ്പോൾ R/, ഇവിടുത്തെ മൊത്തത്തിലുള്ള റെസിസ്റ്റൻസ് അതാണല്ലോ Z കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. അപ്പോൾ R/Z എങ്ങനെയാണ് സാർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത്, എടാ Z എങ്ങനെ എഴുതാൻ പറ്റുക, അപ്പോൾ റെസിസ്റ്ററിൻ്റെ റെസിസ്റ്റൻസ് പ്ലസ് ഇൻഡക്ടറിൻ്റെ റെസിസ്റ്റൻസ്, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL-ൻ്റെ സ്ക്വയർ. ഓക്കെ, ഇതെന്താണ് ക്വസ്റ്റിൽ തന്നത്, 1/√2 ആണെന്നാണ് തന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ രണ്ട് ഭാഗത്തും സ്ക്വയർ ചെയ്യാണ്, രണ്ട് ഭാഗത്തും ഞാൻ സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്താ സാർക്ക് കിട്ടുക, R² പ്ലസ് XL-ൻ്റെ സ്ക്വയർ, XL² ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടും, 1/2 എന്ന് കിട്ടും. ഓക്കെ, അതായത് ഇവിടെ 2R² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് R² പ്ലസ് XL² ആണ്, R² പ്ലസ് XL² ആണ്. ചുരുക്കി പറഞ്ഞാൽ XL² എന്ന് പറഞ്ഞാൽ 2R² മൈനസ് R² ആണ്. ദാറ്റ് ഈസ് XL² R² ഈക്വൽ ആണ്. ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ XL ഈസ് ഈക്വൽ ടു R ആണ്. ഇതാണ് ഇവിടെ മക്കൾ ആദ്യം മനസ്സിലാക്കേണ്ട ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത്. XL ഈസ് ഈക്വൽ ടു R ആണ് ഈ ഫോർ ഈ പെർട്ടിക്കുലർ കേസ് അല്ലേ, ഈ പറഞ്ഞിട്ടുള്ള കേസിൽ ഇത് വെച്ചുകൊണ്ട് നമുക്ക് അങ്ങനെയാണ് പറയാൻ പറ്റും. XL എന്തിന് ഈക്വലാണ്, R ഈക്വലാണ്. അപ്പോൾ ഇനീഷ്യലി നമ്മൾ നോക്കുമ്പോൾ 1/√2 ആണ് പവർ ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ XL ഈസ് ഈക്വൽ ടു R എന്നുള്ള കണ്ടീഷൻ നമുക്ക് അപ്ലിക്കബിൾ ആണ്, അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. പിന്നീട് പറഞ്ഞത് അത് ഡബിൾ ആക്കി, അവിടുത്തെ ഒമേഗ വാല്യൂ ഡബിൾ ആക്കി റൈസ് ചെയ്തു. ദാറ്റ് ഈസ് 1000 ഉള്ളത് 2000 ആക്കി മാറ്റി. മക്കൾ ചിന്തിച്ച് നോക്കുക, എടാ XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ XL ഈസ് ഈക്വൽ ടു L ഒമേഗയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഇൻഡക്ടൻസ് ഇൻറ്റു ഒമേഗ, ദാറ്റ് ഈസ് ആംഗുലാർ വെലോസിറ്റി അല്ലെങ്കിൽ ആംഗുലാർ ഫ്രീക്വൻസി ആണ്. ക്ലിയർ? മക്കൾ ചിന്തിച്ച് നോക്കുക, ഇവിടെ ഒമേഗ വാല്യൂ ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ എടാ എല്ലിന് പ്രത്യേകിച്ച് വല്ല മാറ്റം വരാണ്ടോ, ഇല്ല. ഒമേഗ വാല്യൂ ഡബിൾ ആക്കി കഴിഞ്ഞാൽ ആർക്കാ മാറ്റം വരിക, എടാ ഒമേഗ വാല്യൂ ഡബിൾ ആക്കി എന്ന് പറഞ്ഞാൽ ഒമേഗ പ്രപ്പോർഷണൽ ടു L ആണ് അല്ലേ, XL ആണ്. ദാറ്റ് ഈസ് ഒമേഗ ഡബിൾ ആക്കിയാൽ XL-ഉം ഡബിൾ ആവും. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടാണ് സാർ പറയുന്നത്. ഇവിടെ ഒമേഗ അവർ ഡബിൾ ആക്കിയിട്ടുണ്ട്, ഇനീഷ്യലുള്ള കേസിന് ഫൈനൽ കേസുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒമേഗ ഡബിൾ ചെയ്തിട്ടുണ്ട്. ഒമേഗ ഡബിൾ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ XL ഡബിൾ ആവും. എന്തുകൊണ്ട്, ഒമേഗ ഡബിൾ ആകുന്ന സമയത്ത് XL ഡബിൾ ആവില്ല, രണ്ടും പ്രപ്പോർഷണൽ ആണ്. എന്തുകൊണ്ടെന്ന് സാർ പറഞ്ഞു, XL എന്ന് പറഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് L ഒമേഗയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മക്കൾ ചിന്തിച്ച് നോക്കുക, ഇവിടെ ഫൈനൽ കേസിൽ സാർ ഇവിടുത്തെ പവർ ഫാക്ടർ cos⁵ അല്ലെങ്കിൽ R/Z കൺസിഡർ ചെയ്യാന്നുണ്ടെങ്കിൽ R/Z വാല്യൂ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുക, ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ സ്ക്വയർ പ്ലസ് എടാ എങ്ങനെയാണ് നമുക്ക് എടുക്കാൻ പറ്റുക, XL എന്ന് പറയുമ്പോൾ XL R-ന് ഈക്വൽ ആണ്. XL എന്ന് പറഞ്ഞാൽ R-ന് ഈക്വൽ ആണ്. അത് നിങ്ങൾ ചിന്തിച്ച് നോക്കുക, അത് 2 ടൈംസ് കൂടും. എന്തുകൊണ്ട്, ഒമേഗ 2 ടൈംസ് കൂടിയതുകൊണ്ട്. ക്ലിയർ? അപ്പോൾ XL R-ന് ഈക്വൽ ആണ്. ഇവിടെ ഒമേഗ 2 ടൈംസ് കൂടിയതുകൊണ്ട് XL-ഉം പുതിയ XL ഡാഷ് എന്ന് സാർ അതിനെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തുടക്കത്തിലുള്ള XL-ൻ്റെ 2 ടൈംസ് ആക്കാം. ക്ലിയർ? അപ്പോൾ XL 2 ഇരട്ടി ആയിരുന്നുണ്ടെങ്കിൽ XL ഈസ് ഈക്വൽ ടു R ആണല്ലോ, R-ന് 2 ടൈംസ് സാർ എടുത്താൽ മതി. ഏറ്റവും സിമ്പിൾ ആയ രീതിയിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് സാർ പറഞ്ഞത്. അപ്പോൾ ഇതിന് സ്ക്വയർ എന്ന് കൊടുക്കുക. ക്ലിയർ? ഓക്കെ, XL² പകരം 2R² എന്ന് കൊടുത്താൽ മതി. 2XL എന്നുള്ളതിന് പകരം 2R എന്ന് എടുത്താൽ മതി. ദാറ്റ്സ് ഇറ്റ്. XL R-ന് ഈക്വൽ ആണല്ലോ. അപ്പോൾ അങ്ങനെ 2R². അപ്പോൾ അങ്ങനെ എങ്ങനെയാണ് കിട്ടുക, R/√R² പ്ലസ് 4R² 4R². ക്ലിയർ? അപ്പോൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക, R² പ്ലസ് 4R² 5R² ആണ്. അപ്പോൾ R/5 √5R², അല്ലേ, R² നമുക്ക് R-നെ പുറത്തേക്ക് ഇടാം. അപ്പോൾ 1/√5 ഈ രീതിയിലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. 1/√5 എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് വാല്യൂ കിട്ടുന്നത്. അപ്പോൾ ഏതാണ് ഓപ്ഷൻ ചൂസ് ചെയ്യേണ്ടത്, ദ റൈറ്റ് ആൻസർ ഈസ് സെക്കൻഡ് ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനാണ് മക്കൾ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് പിക്ക് ചെയ്യേണ്ടത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്. ആ ഒരു കൺസെപ്റ്റ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്നുള്ള ക്വസ്റ്റൻ ആണ് അല്ലേ. ഇനി ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്, ദ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഗിവൺ ആസ്, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ കേസിൽ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് തന്നിട്ടുണ്ട് ഈസ് ഈക്വൽ ടു E0 sin ωt മൈനസ് kx, അത്രയും I ക്യാപ്പ് ആണെന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കറസ്പോണ്ടിങ് മാഗ്നറ്റിക് ഫീൽഡ് വിൽ ബി, ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് സാർ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് പറയാൻ പറ്റുക, മക്കൾ നോക്കിക്കേ. ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക, എടാ ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, അതാണ് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ്, ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ് I ക്യാപ്പ്. ഓക്കെ, അതേപോലെ തന്നെ വെലോസിറ്റി ഏത് ഡയറക്ഷനിലാണ്, Z ഡയറക്ഷനിലാണ്. അപ്പോൾ സീൻ്റെ ഡയറക്ഷൻ, വെലോസിറ്റിയുടെ ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, K ക്യാപ്പ് ആണ്. ഓക്കെ, എപ്പോഴും ചിന്തിക്കുക, നമ്മുടെ ഇവിടെ കാണാൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, മാഗ്നറ്റിക് ഫീൽഡാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തിൻ്റെയൊക്കെ ക്രോസ് ആയിരിക്കും, ഇവിടെ C, അതായത് C ക്രോസ് E ആയിരിക്കും അല്ലേ, ഇതിൻ്റെ രണ്ടിൻ്റെയും ക്രോസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ സീൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അതെന്താണ്, K ക്യാപ്പ് ആണ്.
അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് പറയുന്നത് ഐ ക്യാപ്പ് ആണ്. അപ്പോൾ കെ ക്യാപ്പ് ക്രോസ് ഐ ക്യാപ്പ് എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ജെ ക്യാപ്പ് എന്നുള്ള രീതിയിലാണ് നമുക്ക് എന്ത് സെലക്ട് ചെയ്യുന്നത്, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാലോ. എങ്ങനെ ചെയ്യാൻ പറ്റുക സർ? എടാ E0 ആണ്, അപ്പോൾ അതേ ബൈ സി കൊടുത്താൽ അല്ലേ ആ രീതിയിൽ നമുക്ക് അതിനെ മാഗ്നറ്റിക് ഫീൽഡ് എഴുതാൻ പറ്റും. ബാക്കി ഒന്നിനൊരു മാറ്റം ഉണ്ടാവില്ല. സൈൻ ഒമേഗ ടി അങ്ങനെ തന്നെ വരും, മൈനസ് കെ സെഡ് അത് അങ്ങനെ തന്നെ വരും. ഒരേ ഒരാൾ മാറും, ഇവിടുത്തെ ഐ ക്യാപ്പ് മാറിയിട്ട് എന്തായിട്ട് മാറും, മാഗ്നറ്റിക് ഫീൽഡ് ആവുന്ന സമയത്ത് ജെ ക്യാപ്പ് എന്നുള്ള രീതിയിൽ അതിൻ്റെ ഡയറക്ഷൻ വരും. ഈ രീതിയിലാണ് നമുക്ക് ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതാ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഏതാ? ഈ തന്നിരിക്കുന്നതിൽ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഐ ക്യാപ്പ് അല്ല ജെ ക്യാപ്പ് ബേസ് ചെയ്തുകൊണ്ട് E0/c വരുന്ന എക്സ്പ്രഷൻ ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് പിക്ക് ചെയ്യാൻ പറ്റും അല്ലേ. ഈസി ക്വസ്റ്റൻ തന്നെയാണ്, ബുദ്ധിമുട്ടുള്ള ക്വസ്റ്റൻ ഒന്നും അല്ല. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റൻ എന്താ? അടുത്ത ക്വസ്റ്റൻ ചോദിച്ചിട്ടുള്ളത് അറ്റ് എ പോയിന്റ് എവേ ഫ്രം ദ പ്ലാനറ്റ് ഓഫ് റേഡിയസ്, അറ്റ് എ പോയിന്റ് away from the planet of radius 6,400 kilometer, the gravitational potential is minus 6.4 into 10 raised to 7 SI units and 6.4 SI units respectively. Find the height of the point above the surface of planet. ഓക്കെ, പ്ലാനറ്റിന് മുകളിൽ ആ ഹൈറ്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഗ്രാവിറ്റേഷൻ ഈസി ക്വസ്റ്റൻ ആണ്. ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യലും അതേപോലെ തന്നെ നമ്മുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് അല്ലേ. അപ്പോൾ അറ്റ് എ പോയിന്റ് എവേ ഫ്രം ദ പ്ലാനറ്റ് ഓഫ് റേഡിയസ് 6,000, റേഡിയസ് നമുക്ക് തന്നിട്ടുണ്ട്. റേഡിയസിന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 6,400 ആണെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റടിക്ക് ഒന്നില്ലെങ്കിൽ ഇവിടെ ഈസി ആയിട്ട് ഇങ്ങനെ കൺസിഡർ ചെയ്യാം. Gm/r ഈസ് ഈക്വൽ ടു ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആണ്. ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. ദാറ്റ് ഈസ് റേഡിയസ് പ്ലസ് ഹൈറ്റ് ആണ് ആർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ Gm/r ഈസ് ഈക്വൽ ടു എന്ത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുക? 6.4 into 10 raised to 7 എന്നുള്ള രീതിയിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ അത് മൈനസ് നോക്കണ്ട, ഓൾറെഡി ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ എഴുതുമ്പോൾ നമ്മളുടെ മൈനസ് ഉണ്ടാവും. അപ്പോൾ അതിനെ ഒഴിവാക്കി എഴുതിയെന്നുള്ളൂ കേട്ടോ. മൈനസ് Gm/r തന്നെയാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് സാർ ആ മൈനസ് ഒഴിവാക്കി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് അതിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത് ആൻഡ് 6 ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ അറ്റ് എ പോയിന്റ് അവേ ഫ്രം ദ സർഫസ്, ഗ്രാവിറ്റേഷൻ പൊട്ടൻഷ്യൽ ആൻഡ് ഫീൽഡ്, പിന്നെ ഗ്രാവിറ്റേഷൻ ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഗ്രാവിറ്റേഷൻ ഫീൽഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് Gm അല്ലേ. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഗ്രാവിറ്റേഷൻ ഫീൽഡ് ഇൻറ്റൻസിറ്റി എന്ന് പറയുമ്പോൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിൻ്റെ സെയിം ഇക്വേഷൻ തന്നെയാണ് വരിക. നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്, രണ്ടിനും സെയിം ഇക്വേഷൻ ആണ് വരിക. ഓക്കെ, Gm/r², അതിൻ്റെ വാല്യൂ എത്രയാണ്? 6.4 ആണ്. ഇത് രണ്ടാണ് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 6.4 ആണ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മൾ കാണേണ്ടത് എന്താണ്? ഫൈൻഡ് ദ ഹൈറ്റ്, ആ എച്ചിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. അപ്പോൾ ഇത് രണ്ടും ഈസി ആയിട്ട് നമുക്ക് കമ്പയർ ചെയ്യാലോടാ. ഈസി ആയിട്ട് കമ്പയർ ചെയ്യാം, രണ്ടും വളരെ ഈസി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. അപ്പോൾ രണ്ടും ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം, ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിക്കാം. ഈസി ആയിട്ട് നമുക്ക് എന്തെടുക്കാം? ഇക്വേഷൻ നമ്പർ 1 / 2 എന്ന് എടുക്കാം. ക്ലിയർ? അപ്പോൾ എന്താ കിട്ടുക? ഇക്വേഷൻ നമ്പർ 1 Gm/r ആണുള്ളത്. ഓക്കെ, അടുത്ത ആളെ തിരിച്ചിട്ട് ഗുണിക്കാം, അതാണ് ഏറ്റവും ഈസി മെത്തേഡ്. R² / Gm ആണുള്ളത്. ഈസ് ഈക്വൽ ടു എന്താ? 6.4 into 10 raised to 7 / 6.4 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ രണ്ട് 6.4 ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും, Gm ക്യാൻസൽ ചെയ്ത് കളയാൻ പറ്റും അല്ലെ, R വെട്ടി കളയാൻ പറ്റും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആറിൻ്റെ വാല്യൂ, R ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്നാണ് കിട്ടുക? 10 raised to 7 അത്രയും മീറ്റർ എന്നുള്ള രീതിയിലാണ് R വാല്യൂ കിട്ടുക. 10 raised to 7 എന്ന് പറയുമ്പോൾ ആൻസേഴ്സ് എന്തിലാണ് തന്നിട്ടുള്ളത്? കിലോമീറ്ററിലാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഇതിനെ വേണമെങ്കിൽ മാറ്റി എഴുതാൻ പറ്റും. 10 raised to 7 എന്ന് പറയുമ്പോൾ 10 raised to 4 into 10 raised to 3 ആണ്. അപ്പോൾ അത്രയും കിലോമീറ്റർ എന്നുള്ള രീതിയിൽ എഴുതാൻ പറ്റും. കിലോ മീൻസ് 10 raised to 3 ആണ് അല്ലേ. അപ്പോൾ 10 raised to 4 into 10 raised to 3 മീറ്റർ, ദാറ്റ് ഈസ് 10 raised to 4 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ആറിനെ ഇവിടെ തന്നെ മാറ്റി എഴുതാൻ പറ്റും. നിങ്ങൾ ചിന്തിച്ച് നോക്കുക, R + Hൻ്റെ വാല്യൂ ആണ് ഈ തന്നത്. R ഈസ് ഈക്വൽ ടു R + H ആണ് അല്ലേ. സെൻറ്ററിൽ നിന്ന്, എർത്തിൻ്റെ സെൻറ്ററിൽ നിന്ന് അവിടേക്കുള്ള അല്ലെങ്കിൽ പ്ലാനറ്റിൻ്റെ സെൻറ്ററിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് R എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേഡിയസ് പ്ലസ് സർഫസ് എന്നുള്ള ഹൈറ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ R + Hൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്ത് കിട്ടിയത്? 10,000 എന്ന് വാല്യൂ കിട്ടിയത്, 10 raised to 4 എന്ന് വാല്യൂ കിട്ടിയത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? H ആണ്. H ഈസ് ഈക്വൽ ടു എന്താണ്? എടാ ഇതിൻ്റെ വാല്യൂ 6,400 കിലോമീറ്റർ തന്നിട്ടുണ്ട്. അപ്പോൾ 10,000 മൈനസ് 6,400 കിലോമീറ്റർ. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് 6,400 കിലോമീറ്റർ. അപ്പോൾ എത്രയാണ് കിട്ടുക? Hൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുക 3,600 കിലോമീറ്റർ എന്നുള്ള രീതിയിൽ കിട്ടും. 3,600 കിലോമീറ്റർ, ദാറ്റ് വിൽ ബി ദ ആൻസർ. അപ്പോൾ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് 3,600 കിലോമീറ്റേഴ്സ് ആയിരിക്കും. ഈ രീതിയിൽ മക്കൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? മക്കൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ വയർ ഹാസ് റെസിസ്റ്റൻസ് ഓഫ് 60 ohm. ഒരു വയറിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 60 ohm ആണ്. അറ്റ് ടെമ്പറേച്ചർ 27 degree Celsius. ടെമ്പറേച്ചർ എത്രയാവുന്ന സമയത്ത്? 27 degree Celsius ആവുന്ന സമയത്ത്. വെൻ ഇറ്റ് ഈസ് കണക്റ്റഡ് ടു എ 220 volt DC സപ്ലൈ, എ കറണ്ട് 2.75 ampere ഫ്ലോസ് ത്രൂ ഇറ്റ് അറ്റ് എ സർട്ടൻ ടെമ്പറേച്ചർ. Find the value of temperature if the coefficient of thermal resistance alpha is 2 into 10 raised to -4 degree Celsius. അല്ലേ, ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലേ. കോഷ്യന്റ് ഓഫ് തെർമൽ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഒക്കെ തന്നിട്ടുണ്ട്, കറണ്ട് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്കറിയാം
നമുക്ക് ആർ ഈസ് ഈക്വൾ ടു ഇവിടുത്തെ റെസിസ്റ്റൻസ് നമുക്ക് ആദ്യം കാണാം. ആർ ഈസ് ഈക്വൾ ടു എന്താണ്? വി ബൈ ഐ ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ വി ബൈ ഐ എന്ന് പറയുന്ന ഇവിടുത്തെ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ നമുക്ക് ആൾറെഡി ഗിവൺ ആണ്. 60 ഓം എന്ന് ക്വസ്റ്റിൽ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്. 220 വോൾട്ട് ആണ് ഇവിടുത്തെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടുത്തെ നമ്മുടെ DC സപ്ലൈ എന്ന് ക്വസ്റ്റിൽ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് എത്രയാണ് അതിൻ്റെ വാല്യൂ ആയിട്ട് കിട്ടുന്നത്? ഇതിൻ്റെ വാല്യൂ നമുക്ക് വരുന്നത് 80 ഓം എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ റെസിസ്റ്റൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ആർ ഈസ് ഈക്വൾ ടു നമുക്ക് റിലേഷനായിട്ട് അറിയുന്നത് ആർ ഈസ് ഈക്വൾ ടു R0 ഇൻറ്റു 1 പ്ലസ് ആൽഫ ഡെൽറ്റ ടി. ഇതാണല്ലോ എക്സ്പ്രഷൻ. ഇത് നമ്മൾ ഇതേപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസും ഇതേപോലെ ഒരു എക്സ്പ്രഷൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ആ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആർ ഈസ് ഈക്വൾ ടു R0 ആൽഫ ഡെൽറ്റ ടി എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ ആർ എന്ന് പറയുമ്പോൾ 80 ആണ് വരുന്നത്. R0ൻ്റെ വാല്യൂ 27 ഡിഗ്രി സെൽഷ്യസിൽ ഉള്ള വാല്യൂ എന്ന് പറയുന്നത് 60 ആണ് നമുക്കറിയാം. 1 പ്ലസ് സീറോ കൊടുക്കുന്നു. ആൽഫ വാല്യൂ എത്രയാണ്? 2 × 10⁻⁻⁴ ആണ്. അത് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 2 × 10⁻⁴ കൊടുക്കുന്നു. ഡെൽറ്റ ടി ഇത് നമ്മൾ സോൾവ് ചെയ്തെടുക്കണം. ഡെൽറ്റ ടി. ഓക്കെ, അപ്പോൾ ഇന്ന് ഡെൽറ്റ ടി വാല്യൂ ആണ് മക്കൾ കണ്ടെത്തേണ്ടത്. ഓക്കെ, ഡെൽറ്റ ടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാമല്ലോ. അപ്പോൾ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 80/60 ഇത് രണ്ട് വെട്ടിക്കളയാൻ പറ്റും. 8/6 എന്ന് പറയുമ്പോൾ 4/3 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ 1 പ്ലസ് 2 × 10⁻⁻⁴ ഡെൽറ്റ ടി അത്രയും ഡെൽറ്റ ടി ഈസ് ഈക്വൾ ടു 4/3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. 4/3. ഓക്കെ, അപ്പോൾ 4/3 - 1 എടുക്കണം. ഡിവൈഡ് ബൈ 2 × 10⁻⁴ പോകണം. അപ്പോൾ അങ്ങനെ ഡെൽറ്റ ടി ഈസ് ഈക്വൾ ടു മക്കൾക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് 1666.67 ആ റേഞ്ചിലാണ് മക്കൾക്ക് അതിൻ്റെ വാല്യൂ വരിക. ഇതെന്താണ്? ഡെൽറ്റ ടി ആണ്. ദാറ്റ് ഈസ് T - 27 ആണ് ഇതിൻ്റെ വാല്യൂ. T - 27 ഈസ് ഈക്വൾ ടു നമുക്ക് എന്തെന്നാ കിട്ടുക? 1666.6 ആ റേഞ്ചിലാണ് വരിക. നമുക്ക് വേണ്ടത് ഇവിടുത്തെ ടെമ്പറേച്ചറാണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടെമ്പറേച്ചറാണ്. ടെമ്പറേച്ചർ T ഈസ് ഈക്വൾ ടു 1666.6 പ്ലസ് 27 എന്നുള്ള രീതിയിൽ മക്കൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ഈസ് ഈക്വൾ ടു നമുക്ക് കിട്ടാൻ പോകുന്ന വാല്യൂ എന്ന് പറയുന്നത് അറൗണ്ട് എത്രയുടെ വരിക? 1690 റേഞ്ചിൽ വരും. ഓക്കെ, ആ റേഞ്ചിൽ വേറെ വാല്യൂസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ 1694 അത്രയും ഡിഗ്രി സെൽഷ്യസ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ആയിട്ട് ഇവിടെ കിട്ടുന്നത്. ഓക്കെ, 1694 എന്നുള്ള രീതിയിൽ ഫൈനൽ ആൻസർ മക്കൾക്ക് കിട്ടും. ദാറ്റ്സ് ഇറ്റ്. ഇനി അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് മാച്ച് ദ 2 കോളംസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈസി ക്വസ്റ്റ്യൻ ആണ്. സർഫസ് ടെൻഷൻ, വിസ്കോസിറ്റി, ആംഗുലാർ മൊമെന്റം, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ഓരോരുത്തരുടെയും ഡയമെൻഷൻ ജസ്റ്റ് മാർക്ക് ചെയ്യാണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? ഡയമെൻഷൻ ബേസ് ചെയ്തുകൊണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഓരോന്നും ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഡയമെൻഷൻ എഴുതാലോ. അപ്പോൾ ആദ്യം ചോദിച്ചിട്ടുള്ളത് സർഫസ് ടെൻഷൻ ആണ്. സർഫസ് ടെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഒരു ഫോഴ്സ് ഡിവൈഡ് ബൈ ആ ലെങ്ത് ആ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഫോഴ്സ് ബൈ ലെങ്ത്. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് ഡയമെൻഷൻ എഴുതുക. ഫോഴ്സിൻ്റെ യൂണിറ്റ് അല്ലേ, അല്ലെങ്കിൽ ഡയമെൻഷൻ അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ml T⁻². ഓക്കെ, കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ അല്ലേ വരിക? ന്യൂട്ടൺ അല്ലേ യൂണിറ്റ് വരിക? അപ്പോൾ ml T⁻² എന്നുള്ള രീതിയിൽ ഇതിനെ കൺസിഡർ ചെയ്യണം. ഡിവൈഡ് ബൈ L ആണ് വരിക. അപ്പോൾ എന്തെന്നാണ് നമുക്ക് ഡയമെൻഷൻ കിട്ടുന്നത്? ഡയമെൻഷൻ്റെ വാല്യൂ വരുന്നത് MT⁻² എന്നുള്ള രീതിയിലാണ് ഡയമെൻഷനായിട്ട് കിട്ടുക. MT⁻². ഇതാണ് സർഫസ് ടെൻഷൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ക്ലിയർ? MT⁻². അടുത്ത ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത് വിസ്കോസിറ്റിയുടെ കാര്യമാണ്. വിസ്കോസിറ്റി എന്ന് പറയുമ്പോൾ ഒന്നില്ലെങ്കിൽ നമ്മുടെ വിസ്കസ് ഫോഴ്സ് FV ഈസ് ഈക്വൾ ടു 6π∗AV ആ രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ηAV ഓക്കെ റേഡിയസ് ഇൻറ്റു വെലോസിറ്റി ആ രീതിയിൽ വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ അല്ലേ നിങ്ങൾ നമ്മുടെ ആ ഒരു വെലോസിറ്റി ഗ്രേഡിയൻ്റ് ഒക്കെ വെച്ചുകൊണ്ട് അങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ റിലേറ്റ് ചെയ്യാം. ദാറ്റ് ഈസ് F ഈസ് ഈക്വൾ ടു η ഇൻറ്റു A ഇൻറ്റു അവിടുത്തെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഇൻറ്റു വെലോസിറ്റി ഗ്രേഡിയൻ dV/dx ഈ രീതിയിൽ റിലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടുക? മക്കൾ ചിന്തിച്ച് നോക്കിക്കേ. അപ്പോൾ ml T⁻² ഇൻറ്റു T ഡിവൈഡ് ബൈ L² ഈ രീതിയിലാണ് ഈസി ആയിട്ട് അല്ലേ അതിൻ്റെ ഡയമെൻഷൻസ് വരുന്നത്. ഇറ്റ റിലേഷൻ വരുന്നത് ഫോഴ്സ് പിന്നെ സേറ് അല്ലേ ആ രീതിയിൽ DXും അതായത് dV/dx എന്ന് പറയുമ്പോൾ അല്ലേ അത് T⁻⁻1 ആണ്. പുറത്തേക്ക് വരുമ്പോൾ T ആയിട്ട് മാറി കേട്ടോ. dV എന്ന് പറയുമ്പോൾ അല്ലേ വെലോസിറ്റി ചേഞ്ച് ആണ്. അപ്പോൾ LT⁻⁻1 ആണ്. അടിയിലുള്ള DX ആണ്. അത് L ആണ്. രണ്ടും വെട്ടിപ്പോകും. T⁻⁻1 അത് പുറത്തേക്ക് എടുക്കുമ്പോൾ T. ഇനി അടിയിൽ എന്താ വരിക? ഏരിയയുടെ മീറ്റർ സ്ക്വയർ കേട്ടോ. ആ രീതിയിൽ ഏരിയയുടെ എന്താ വരിക? മീറ്റർ സ്ക്വയർ. dV/dx എന്ന് പറയുമ്പോൾ വരിക T⁻⁻1 ആണ്. അത് പുറത്തേക്ക് എടുക്കുമ്പോൾ T ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സർ ഇതിൻ്റെ ഫൈനൽ ഡയമെൻഷൻ നമുക്ക് എന്താ വരിക? ML⁻⁻1 ML⁻⁻1 അല്ലെ അടിയിൽ L² മുകളിൽ L ഉണ്ട്. പിന്നെ T⁻⁻1 ഈ രീതിയിലാണ് ഡയമെൻഷൻ കിട്ടുക. ഓക്കെ, ഈസി ആയിട്ട് ഇങ്ങനെ ഡയമെൻഷൻ ചെയ്യാൻ പറ്റും. അടുത്ത എന്തെന്നാ ക്വസ്റ്റിന് ചോദിച്ചത്? ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കാര്യമാണ് ചോദിച്ചത്. ആംഗുലാർ മൊമെൻറ്റം അല്ലേ? ആംഗുലാർ മൊമെൻറ്റം എന്ന് പറയുമ്പോൾ MVR ആ രീതിയിൽ റിലേറ്റ് ചെയ്യാം. അപ്പോൾ ആംഗുലാർ മൊമെൻറ്റം L ഈസ് ഈക്വൾ ടു നമുക്ക് MVR ആ രീതിയിൽ കൊടുക്കുക. അപ്പോൾ എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും? M എന്ന് പറയുമ്പോൾ അല്ലേ M ൻ്റെ ഡയമെൻഷൻ വരും. വെലോസിറ്റി LT⁻⁻1 വരും. Rൻ്റെ L വരും. ഓക്കെ, അപ്പോൾ എങ്ങനെ സെർ കിട്ടുക? ML² T⁻⁻1 ML² T⁻⁻1 എന്നുള്ള രീതിയിൽ കിട്ടും. ക്ലിയർ? ഇതാണ് ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദിച്ചിട്ടുള്ളത് കൈനറ്റിക് എനർജി അല്ലേ ചോദിച്ചത്? ഏതാണ് ചോദിച്ചത്? റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. റൊട്ടേഷണൽ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ എടുക്കാൻ പറ്റുക? KE റൊട്ടേഷണൽ. ഓക്കെ, കൈനറ്റിക് എനർജി എന്ന് പറയുമ്പോൾ മാറ്റൊന്നും വരാനില്ല. എന്നാലും റൊട്ടേഷണൽ കൈനറ്റിക് എനർജി 1/2 ഇൻറ്റു
മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ, വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി ഐ ഒമേഗ സ്ക്വയർ. ക്ലിയർ? അപ്പോൾ എങ്ങനെ സർ കിട്ടുക? എടാ എനർജി എന്ന് പറയുമ്പോൾ വ്യത്യാസമൊന്നും വരാനില്ല, എനർജിയുടെ സെയിം സംഭവം തന്നെ വരും, വർക്കിനൊക്കെ കിട്ടുന്ന സെയിം സാധനം തന്നെ. എന്ത്? ഫോഴ്സിൻ്റെ ഡിസ്പ്ലേസ്മെന്റ് അല്ലേ? അപ്പോൾ എം എൽ ടി റൈസ് ടു -2 ഇൻറ്റു എൽ, ദാറ്റ് ഈസ് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം മക്കൾ മാർക്ക് ചെയ്യുക. അപ്പോൾ ഏത് ഓപ്ഷനാണ് നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റുക? ഏത് ഓപ്ഷനാണ് ഇതിൽ റൈറ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? ഏതാ റൈറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? സെക്കൻഡ് ഓപ്ഷൻ അല്ലേ വരിക? പി എന്ന് പറയുന്നത് 4, പി എന്ന് പറയുന്നത് 4, പിന്നെ അതേപോലെ തന്നെ ക്യൂ എന്ന് പറയുന്നത് 3. ഓക്കെ, ക്യൂ എന്ന് പറയുന്നത് 3 എം എൽ റൈസ് ടു -1 ടി റൈസ് ടു -1. യെസ്, അത്രത്തോളം മാച്ചിങ് ആയിട്ടുള്ള വേറെ ഒന്നുമില്ലല്ലോ. 4ഉം 3ഉം വരുന്ന വേറെ ഒന്നുമില്ല. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ് വരിക. സെക്കൻഡ് ഓപ്ഷനാണ് റൈറ്റ് ആൻസർ ആയിട്ട് മക്കൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റും സെറ്റായിട്ട് പൊളിയായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുക. മക്കളെ, നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത് ഈ ഏരിയയിലെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ് സർ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്? എടാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ബ്ലോക്ക് ഓഫ് മാസ് 2 കിലോഗ്രാം ഈസ് പ്ലേസ്ഡ് ഓൺ എ ഡിസ്ക് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ദാറ്റ് ഈസ് 4 rad per second. ഫൈൻഡ് ദ ഫ്രിക്ഷൻ ഫോഴ്സ് ഇൻ ന്യൂട്ടൺ. ന്യൂട്ടണിലുള്ള ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് കാണേണ്ടത് ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ഡിസ്ക് ഇഫ് ബ്ലോക്ക് ഈസ് നോട്ട് സ്ലൈഡിങ്. ബ്ലോക്ക് സ്ലൈഡ് ചെയ്യുന്നൊന്നും ചെയ്യുന്നില്ലെങ്കിൽ ഫ്രിക്ഷൻ ഫോഴ്സ് ആണ് കാണേണ്ടത്. ഈ ഒരു കണ്ടീഷൻ ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, നമ്മൾ സാധാരണ ഇതിൽ ചെയ്തിട്ടുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ തന്നെയാണ്. അപ്പോൾ ഇവിടുത്തെ ഫ്രിക്ഷൻ ഫോഴ്സ് എങ്ങനെയാണ് സർ കണ്ടെത്തുക? എം ആർ ഒമേഗ സ്ക്വയർ ആണ് ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇത്തരം കണ്ടീഷൻസിൽ ഫ്രിക്ഷൻ ഫോഴ്സ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്താ? എം ആർ ഒമേഗ സ്ക്വയർ. അപ്പോൾ ഡയറക്റ്റ് വാല്യൂസ് കൊടുക്കാനുള്ളൂ. മാസ് തന്നിട്ടുള്ളത് 2 കിലോഗ്രാം ആണ്. ഓക്കെ, റേഡിയസ് വാല്യൂ ക്വസ്റ്റിൽ തന്നിട്ടുള്ളത് എത്രയാണ്? 1 എന്നല്ലേ പറയുന്നത്, യൂണിറ്റ് എന്നല്ലേ പറയുന്നത്. ഓക്കെ, ഫൈൻഡ് ദ എ ബ്ലോക്ക് ഓഫ് മാസ് 2 പ്ലേസ്ഡ് ഓൺ ഡിസ്ക് വിച്ച് ഈസ് റൊട്ടേറ്റിംഗ് അറ്റ് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി. ഫൈൻഡ് ദ ഫ്രിക്ഷൻ ഫോഴ്സ് ബിറ്റ്വീൻ ബ്ലോക്ക് ആൻഡ് ഡിസ്ക് ഇഫ് ഇറ്റ് ഇസ് നോട്ട് സ്ലൈഡിംഗ് അല്ലേ? ഓക്കെ, അപ്പോൾ 2 എന്നാണ് തന്നിട്ടുള്ളത്, 1 എന്നാണ് തന്നിട്ടുള്ളത്, ഓൾറെഡി ഗിവൺ ആണ്. 1 ആണ് ആറിൻ്റെ വാല്യൂ. ഒമേഗ വാല്യൂ എത്രയാണ് കൊടുക്കേണ്ടത്? 4 ആണ് കൊടുക്കേണ്ടത്, 4 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ആണ്, 16 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 32 ആണ്, 32 ന്യൂട്ടൺ എന്നുള്ള രീതിയിൽ നമുക്ക് ഇവിടുത്തെ എന്ത് കിട്ടും? ഫ്രിക്ഷൻ ഫോഴ്സ് കിട്ടും. ദാറ്റ്സ് ഇറ്റ് അല്ലേ? ഡയറക്റ്റ് ഈസി ക്വസ്റ്റ്യൻ, സിമ്പിൾ ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഒറ്റയടിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിർച്വൽ ഇമേജ് അല്ലേ? നമ്മുടെ ഒപ്റ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. വിർച്വൽ ഇമേജ് വിച്ച് ഈസ് ഓഫ് ട്വൈസ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ and object is 45 centimeter. Magnitude of focal length of mirror is. ഓക്കെ, ഈസി ക്വസ്റ്റ്യൻ ആണ്, ഇത് വലിയ സംഭവമായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ മിറർ കൺസിഡർ ചെയ്യാം. മിറർ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തെടുക്കാം അല്ലേ? 2 ടൈംസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കോൺകേവ് മിറർ, മിററിൽ അല്ലേ? അടിപൊളി മിറർ ഇതല്ലേ നമ്മുടെ സൂപ്പർ, ഒരുപാട് കേസസ് ഒക്കെ വരുന്ന മിറർ എന്ന് പറയുന്നത്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അടുത്തത് ഇതിൽ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒബ്ജക്റ്റിനെ കൊണ്ടുപോയി വെച്ചിട്ടുള്ള ഡിസ്റ്റൻസിൻ്റെ 2 ഇരട്ടി അകലത്തിലാണ് ഇമേജ് കിട്ടിയിട്ടുള്ളത്. ഇമേജ് കിട്ടിയില്ല, സപ്പോസ് ഈ ഒരു അകലത്തിലാണ് ഇമേജ് കിട്ടിയിട്ടുള്ളതെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ ഇമേജ് ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എക്സ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഇരിക്കുന്നത് എത്ര ഡിസ്റ്റൻസിലാണ്? 2x ഡിസ്റ്റൻസിലാണ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റിൽ പറഞ്ഞത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിർച്വൽ ഇമേജ് വിച്ച് ഈസ് ട്വൈസ് സൈസ് ഓഫ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് മിറർ ആൻഡ് ഒബ്ജക്റ്റ് ഈസ് 45 സെൻറ്റിമീറ്റർ. ഒബ്ജക്റ്റ് ഇരിക്കുന്നത് എവിടെയാണ്? 45 സെൻറ്റിമീറ്റർ. അതായത് അതിൻ്റെ ഇടയ്ക്കുള്ള ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 സെൻറ്റിമീറ്റർ ആണ്. ട്വൈസ് ഡിസ്റ്റൻസിലാണ്, അതായത് ഒബ്ജക്റ്റ് എന്നുള്ള ട്വൈസ് ഡിസ്റ്റൻസിലാണ് മറ്റേ ആൾ ഇരിക്കുന്നത്. ക്ലിയർ? സൈസ് ട്വൈസ് എന്ന് പറയുമ്പോൾ അല്ലേ ട്വൈസ് ഡിസ്റ്റൻസിലാണ് ഇരിക്കുന്നത് വേണം മീൻ ചെയ്യാൻ വേണ്ടി അല്ലേ? ആ ലോജിക്ക് കത്തിയിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. ദാറ്റ് ഈസ് നമ്മുടെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/U ആണ് അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 2 എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇമേജിൻ്റെ സൈസ് ഡിവൈഡ് ബൈ ഒബ്ജക്റ്റ് സൈസ് HI/HO അല്ലേ? ആ റേഷ്യോ എന്ന് പറയുന്നത് 2 ആണെന്ന് പറഞ്ഞാൽ V/U ഈസ് ഈക്വൽ ടു 2 എന്നാണ് അർത്ഥം. അപ്പോൾ അതായത് ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ നമുക്ക് V ഈസ് ഈക്വൽ ടു 2U എന്നുള്ള രീതിയിൽ നമുക്ക് അല്ലേ ആ രീതിയിൽ കണക്ട് ചെയ്യാൻ പറ്റും. V ഈസ് ഈക്വൽ ടു 2U എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇതിൻ്റെ ഇടയ്ക്കുള്ള മൊത്തം ഡിസ്റ്റൻസ് 45 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിൽ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. എടാ ഇത് മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് HI/HO. ഓക്കെ, ആ സൈസ് വെച്ചുകൊണ്ട് അങ്ങനെയാണ് സർ റിലേറ്റ് ചെയ്തത് അല്ലേ? ഡയറക്റ്റ് ആണ്, അറിയുന്ന കോൺസെപ്റ്റ് ആണ്. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ V ഈസ് ഈക്വൽ ടു 2U ആണ്. ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ഇമേജിലേക്കുള്ള മൊത്തം ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 45 ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ സർ കൊടുക്കുകയാണ് എക്സ് പ്ലസ് 2x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഓവറോൾ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? 45 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, 45 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇന്ന് എനിക്ക് എക്സ് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. 3x എന്ന് പറഞ്ഞാൽ അത് 45 ആണ്. ദാറ്റ് ഈസ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എത്രയാണ്? എക്സ് വാല്യൂ ആയിട്ട് വരുന്നത് 15 സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, അപ്പോൾ ഈ ഡിസ്റ്റൻസ് എനിക്ക് കിട്ടി 15 എന്ന് കിട്ടി. അപ്പോൾ ഇവിടുന്നാണല്ലോ നമ്മൾ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത്. അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കുള്ള മെഷർമെൻറ്റ്സ് ഒക്കെ അത് നെഗറ്റീവായിട്ട് എടുക്കണമെന്നാണ്. അപ്പോൾ U ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് കിട്ടുക? -15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ U വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ ഇമേജ് അത് റൈറ്റ് സൈഡിലാണ് ഫോം ചെയ്യുന്നത്, അപ്പുറത്താണ് ഫോം ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എത്രയെന്ന് എടുക്കാൻ പറ്റും? അതിൻ്റെ 2 ടൈംസ് ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ U V വാല്യൂസ് കിട്ടി. ഇനി എന്ത് കാണാനാണ് ചോദിച്ചത്? ഫോക്കൽ ലെങ്ത് കണ്ടെത്താനാണ് ചോദിച്ചത്. മിററിൻ്റെ ഫോക്കൽ ലെങ്ത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ 1/V മിറർ ഇക്വേഷൻ നമ്മൾ കൊടുക്കുകയാണ്. 1/V പ്ലസ് 1/U ഈസ് ഈക്വൽ ടു 1/F എന്നുള്ള രീതിയിൽ റിലേഷൻ കൊടുക്കുന്നു. 1/V എന്ന് പറയുമ്പോൾ 1/30 ആണ്. 1/U എന്ന് പറയുമ്പോൾ 1/-15 ആണ്. ഈസ് ഈക്വൽ ടു 1/F എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ കണക്ട് ചെയ്യണം. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ എടാ ഇത് സോൾവ് ചെയ്തെടുക്കുക. ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ഈസി ആയിട്ട് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ 30 -15 ഉണ്ട്, 30 × 15 ഉണ്ട്. F സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ F ഈസ് ഈക്വൽ ടു മക്കൾക്ക് ഫൈനൽ വാല്യൂ കിട്ടുന്നത് ദാറ്റ് ഈസ് 30 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് കിട്ടുക.
ഓക്കെ, ക്രോസ് ചെയ്തിട്ട് റെസിപ്രോക്കൽ എടുത്താൽ തിരിച്ചിട്ടാൽ മതി. അപ്പോൾ f/1 = 30 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് കിട്ടുക അല്ലേ. ഈസി അല്ലേ. അതായത് മക്കൾ ഇവിടെ ചെയ്യേണ്ടത് ഇതാണ്, 1/f = 30 പ്ലസ് മൈനസ് 15 ഡിവൈഡ് ബൈ 30 × 15. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് കിട്ടുക. അപ്പോൾ 30 പ്ലസ് മൈനസ് വരുമ്പോൾ മൈനസ് ആണല്ലോ നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ എത്ര വരിക, 15 ഡിവൈഡ് ബൈ 30 × 15 എന്നാണ് നമുക്ക് വരിക. അപ്പോൾ 15 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ f = 30. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ 30 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് ഫൈനൽ ആൻസർ ആയിട്ട് വരിക, 30 സെൻറ്റിമീറ്റർ. ഓക്കെ, 30 സെൻറ്റിമീറ്റർ എന്നുള്ള രീതിയിലാണ് മക്കളെ ആൻസർ പിക്ക് ചെയ്യേണ്ടത്. അടുത്ത ക്വസ്റ്റൻ എന്താ സർ? അടുത്ത ക്വസ്റ്റൻ ആയിട്ട് നമ്മുടെ ചോദിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് എ പാർട്ടിക്കിൾ ഈസ് ഹാവിംഗ് യൂണിഫോം ആക്സലറേഷൻ ഇഫ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം t to t+1 സെക്കൻഡ് ഈസ് 120 മീറ്റർ ആൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് 50 മീറ്റർ പെർ സെക്കൻഡ്. ഫൈൻഡ് ഇറ്റ്സ് ഡിസ്പ്ലേസ്മെന്റ് ഇൻ t+2 സെക്കൻഡ്. t+2 സെക്കൻഡിലായിട്ട് ഡിസ്പ്ലേസ്മെന്റ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ്, എന്നാമത്തെ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. nth സെക്കൻഡിൽ ഇവിടെ ചേഞ്ച് ഇൻ വെലോസിറ്റി അങ്ങനെ തന്നിട്ടുണ്ട്, നമുക്കത് ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാം അല്ലേ. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആക്സിലറേഷനെ കുറിച്ച് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. ആക്സിലറേഷൻ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, ചേഞ്ച് ഇൻ വെലോസിറ്റി 50 എന്നാണ് ക്വസ്റ്റിൽ പറഞ്ഞത് അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് ആക്സിലറേഷൻ. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം എന്തായാലും. അപ്പോൾ ക്വസ്റ്റിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി വാല്യൂ ഡെൽറ്റ വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ എങ്ങനെ എടുക്കാം, u പ്ലസ് a/2 × 2n-1. ഇതാണല്ലോ nth സെക്കൻഡിലുള്ള നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കണ്ടെത്താനുള്ള എക്സ്പ്രഷൻ എന്ന് പറയുന്നത്, u പ്ലസ് a/2 × 2n-1. ക്ലിയർ, ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസിൽ ആൻഡ് ചേഞ്ച് ഇൻ വെലോസിറ്റി t+1 സെക്കൻഡിലേക്ക് എത്തുന്ന സമയത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി എത്രയെന്ന് ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, 50 മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ a ഇൻറ്റു സർ എങ്ങനെ കൊടുക്കുകയാണ്, t+1 മൈനസ് ടി എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യുന്നു. അപ്പോൾ അതിനെടുത്തത് എത്രയാണ്, അപ്പോൾ ആ വാല്യൂ ദാറ്റ് ഈസ് എ വാല്യൂ, ഇതിൻ്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്, 50 ആണ്. ക്ലിയർ, അപ്പോൾ ഇത് രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും. ദാറ്റ് ഈസ് ചേഞ്ച് ഇൻ വെലോസിറ്റി ഈ ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള, അതായത് ടിയിൽ നിന്ന് t+1ലേക്ക് എത്താൻ വേണ്ടി എടുത്ത സമയം. ഓക്കെ, ആ ഡിഫറൻസ് റിലേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന സമയത്ത് ചേഞ്ച് ഇൻ വെലോസിറ്റി അല്ലെങ്കിൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ വെലോസിറ്റി ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ എടുക്കാൻ പറ്റും. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്, 50 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ, ചേഞ്ച് ഇൻ വെലോസിറ്റി പെർ യൂണിറ്റ് ടൈം ആണല്ലോ എന്ത് ആക്സിലറേഷൻ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം, ദാറ്റ് ഈസ് ഇറ്റ്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ Sn ഈസ് ഈക്വൽ ടു u പ്ലസ് a/2 × 2n-1 ആണ്. നമുക്ക് nth സെക്കൻഡിലാണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അല്ലേ ആ t+1 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, പിന്നെ t+2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് കാണാനാണ് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ, അപ്പോൾ അങ്ങനെയെങ്കിൽ s ഈസ് ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് ഓൾറെഡി ക്വസ്റ്റിൽ ഗിവൺ ആണ്, 120 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ u പ്ലസ് സർ അങ്ങനെ തന്നെ കൊടുക്കുന്നു, a/2 എന്ന് പറയുമ്പോൾ 50/2 ആണടാ, 2n-1 എന്ന് പറയുമ്പോൾ 2 × t+1 അല്ലേ, nth സെക്കൻഡിൽ t+1 സെക്കൻഡിലെ -1 എന്നുള്ള രീതിയിൽ അതിനെ കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാൻ പറ്റുക, നമുക്ക് u ഈസ് ഈക്വൽ ടു u ഫോമിൽ എഴുതുന്ന സമയത്ത് u ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇതിനെ, 120 -25 പിന്നെ എന്താ ബാക്കി വരിക, 2t+2 അല്ലേ, 2t+2 -1, അപ്പോൾ 2t+1 എന്നുള്ള രീതി കിട്ടും. 2t+1 അങ്ങനെയാണ് കിട്ടുക അല്ലേ. അപ്പോൾ 25 u അവിടെ നിർത്തിയിട്ട് സർ ബാക്കിയുള്ള ടേംസിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ 120 ഓൾറെഡി അവിടെ ഉണ്ട്, 50/2 എന്ന് പറയുമ്പോൾ 25 ആണ്. പിന്നെ 2t അല്ലേ, ഇത് രണ്ടിനും അകത്തേക്ക് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2t+2 -1 എന്ന് പറയുമ്പോൾ 2t+1 എന്നുള്ള രീതിയിലാണ് എക്സ്പ്രഷൻ കിട്ടുന്നത്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ യുവിൻ്റെ വാല്യൂ നമുക്ക് കിട്ടി, വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. ഇനി നമുക്ക് t+2 സെക്കൻഡിലുള്ള കാണാം. ഓക്കെ, അപ്പോൾ t+2 സെക്കൻഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് കാണാനാണ് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയെങ്കിൽ nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു സെയിം എക്സ്പ്രഷൻ നമ്മൾ കൊടുക്കുക, u പ്ലസ് a/2 × 2n-1, a/2 × 2n-1. ഓക്കെ, നേരത്തെ ചെയ്തിട്ടുള്ള പോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ s ഈസ് ഈക്വൽ ടു nth സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു t+2 സെക്കൻഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സെക്കൻഡിലെ ഡിസ്പ്ലേസ്മെന്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാം, u നമ്മുടെ ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് a/2 എന്ന് പറയുമ്പോൾ 50/2 ആണ്, 2 × n എന്ന് പറയുമ്പോൾ 2 ടൈംസ് ഓഫ് t+2 ആണ് നമ്മുടെ nth സെക്കൻഡ് എന്ന് പറയുമ്പോൾ t+2 സെക്കൻഡിലാണ് നമ്മൾ കാണുന്നത്, -1 ഈ രീതിയിൽ കൊടുക്കുകയാണ്, ഈസ് ഈക്വൽ ടു. ഇനി യുക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. u വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ 120 മൈനസ് എന്തെന്ന് കൊടുക്കുക, 25 2t+1. ഓക്കെ, പിന്നെ പ്ലസ് എന്തുണ്ട് ഇവിടെ, 50/2 എന്ന് പറയുമ്പോൾ ഇത്രയും ടേം നമ്മൾ കൊടുത്തു, യുക്ക് പകരമാണ് ഇത്രയും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഇനി ബാക്കി ടേം കൊടുക്കുക, 25 × ഇവിടെ എന്താ വരിക, 2t+2. അപ്പോൾ 2t+3 എന്ന് കൊടുത്താൽ പോരെ, 2t പ്ലസ് 2t ഇൻറ്റു അല്ലേ, 2t വരും, 2 × t 2t, 2 × 4 2 × 2 4 വരും, -1 3 വരും. അപ്പോൾ 2t+3 എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഇവിടെ എക്സ്പ്രഷൻ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ മക്കൾ നോക്കിക്കേ, എങ്ങനെയാണ് സർ ഇതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും, ഒന്നുമില്ല, അങ്ങനെ ഈസി ആയിട്ട് മക്കൾക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 120 ഉണ്ട് ഇവിടെ, 120 മൈനസ് 25 × 2t, 25 × 2t ഇവിടെ വരുന്നുണ്ട്, 25 × 2t. ഓക്കെ, പിന്നെ ഒരു -25 അവിടെ കിടക്കുന്നുണ്ട്, പ്ലസ് ഇവിടെ എന്തുണ്ട്, 25 × 2t ഉണ്ട്,
പ്ലസ് അവിടെ എന്തുണ്ട് 25 × 3 ദാറ്റ് ഈസ് 75 ഉണ്ട് 75 ഉണ്ട് ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മക്കൾ നോക്കുക അവിടെ 25 × 2t പ്ലസ് ഉണ്ട് മൈനസ് ഉണ്ട് അല്ലേ, രണ്ടും ഓപ്പോസിറ്റ് ടേംസ് ആണ്, രണ്ടും വെട്ടിക്കളയാൻ പറ്റും, രണ്ടും നെഗറ്റീവ് ടേംസ് പോസിറ്റീവ് നെഗറ്റീവ് ടേംസ് വെട്ടിക്കളയാൻ പറ്റും. പിന്നെ ഇവിടെ ഉള്ളത് 120 ആണ്, ഇവിടെ ഒരു -25 പ്ലസ് 75 ഉണ്ട്, അപ്പോൾ പ്ലസ് ഒരു 50 ചെയ്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ S ഈസ് ഈക്വൽ ടു അതിൻ്റെ വാല്യൂ എത്ര കിട്ടുക 170 മീറ്റർ എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓക്കെ, ഈസി ക്വസ്റ്റൻ ആണ്, ജസ്റ്റ് ഇങ്ങനെ ഇതേപോലെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ രീതിയിലാണ് നമുക്കത് ചെയ്ത് പോകേണ്ടത്. 170 ആണ് നിങ്ങൾക്ക് ആൻസർ കിട്ടേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇതിൻ്റെ ആൻസർ വരിക 170 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഇതിൻ്റെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ഓക്കെ അല്ലടാ, സെറ്റ് അല്ലേ? എടാ നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ യൂണിഫോം ഡിസ്ക് ഓഫ് മാസ് 5 kg ആൻഡ് റേഡിയസ് 2 meter ഈസ് റൊട്ടേറ്റിംഗ് വിത്ത് 10 rad/s. നൗ അനദർ ഐഡന്റിക്കൽ ഡിസ്ക് ഈസ് ജെന്റലി പ്ലേസ്ഡ് ഓൺ ദ ഫസ്റ്റ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ആ ഡിസ്കിൻ്റെ മുകളിൽ അടുത്തൊരു ഡിസ്ക് നമ്മൾ കൊടുന്ന് വെക്കുകയാണ്. ബിക്കോസ് ഓഫ് ദ ഫ്രിക്ഷൻ ബോത്ത് ഡിസ്ക് അക്വയർ കോമൺ ആംഗുലാർ വെലോസിറ്റി, രണ്ടിൻ്റെയും ആംഗുലാർ വെലോസിറ്റി കോമൺ ആണെന്ന് പറയുന്നുണ്ട്. ലോസ് ഓഫ് കൈനറ്റിക് എനർജി ഇൻ ദ പ്രോസസ്സീസ്, ഈ പ്രോസസ്സിൽ എത്ര കൈനറ്റിക് എനർജിയാണ് നഷ്ടപ്പെടുക, ദാറ്റ് ഈസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മൈനസ് ഫൈനൽ കൈനറ്റിക് എനർജി, ദാറ്റ് ഈസ് കൈനറ്റിക് എനർജി ലോസ്. അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമ്മളോട് കാണാൻ വേണ്ടി ചോദിച്ചിട്ടുള്ളത് ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. എന്താ സർ കണ്ടെത്തേണ്ടത്? ലോസ് ഇൻ കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, അപ്പോൾ ഒരു യൂണിഫോം ഡിസ്ക് ഉണ്ട്, ആ ഡിസ്കിന്റെ മാസ് എന്ന് പറയുന്നത് 5 kg ആണ്, റേഡിയസ് 2 meter ആണ്, റൊട്ടേറ്റിംഗ് വിത്ത് കോൺസ്റ്റന്റ് ആംഗുലാർ വെലോസിറ്റി ദാറ്റ് ഈസ് 10 rad/s ആണ്. ആ റൊട്ടേറ്റ് ചെയ്യുന്ന ആംഗുലാർ വെലോസിറ്റി എന്ന് പറയുന്നത് 10 rad/s ആണ്. ഇനി അതുമായിട്ട് ഐഡന്റിക്കൽ ആയിട്ടുള്ള മറ്റൊരു ഡിസ്ക് ആണ് അതിൽ കൊടുന്ന് വെക്കുന്നത്, ജെന്റലി പ്ലേസ് ഓൺ ദ ഫസ്റ്റ് ഡിസ്ക്. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷൻ കാരണം ബോത്ത് അക്വയർ കോമൺ വെലോസിറ്റി എന്ന് പറയുന്നത് ലോസ് ഓഫ് കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. അപ്പോൾ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. ഓക്കെ, അപ്പോൾ ഫൈനൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഇനി റൊട്ടേഷണൽ കൈനറ്റിക് എനർജി നമ്മൾ എങ്ങനെ കണ്ടെത്തുക? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ഹാഫ് ഇൻറ്റു അല്ലെ mv² മാസിന് പകരം മൊമെന്റ് ഓഫ് ഇനേർഷ്യ, വെലോസിറ്റിക്ക് ലീനിയർ വെലോസിറ്റിക്ക് പകരം ആംഗുലാർ വെലോസിറ്റി, ഈ രീതിയിലാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, എടാ ഈ രീതിയിൽ ഒന്നിൻ്റെ മുകളിൽ അടുത്തത് കൊടുത്ത് വെക്കുന്ന സമയത്ത് അതിൻ്റെ മാസ് നമ്മൾ ഡബിൾ ആവും എന്ന് പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് എന്ത് കൺസിഡർ ചെയ്യാൻ പറ്റും? അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ആവും. ഓക്കെ, അപ്പോൾ ഫൈനലി നമ്മൾ നോക്കുന്ന സമയത്ത് എടാ ചേഞ്ച് നോക്കുന്ന സമയത്ത് അതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഡബിൾ ആയിട്ട് മാറിയിട്ടുണ്ടാവും. ക്ലിയർ? ആ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ലോസ് എന്ന് പറയുമ്പോൾ അതുകൊണ്ടാണ് K2 - Ke1 ആ ഒരു മൈനസ് കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണേ. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിട്ടുണ്ടാവും? ഡബിൾ ആയിട്ടുണ്ടാവും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിട്ടുണ്ടാവും? ഡബിൾ ആയിട്ടുണ്ടാവും. ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് കാണേണ്ടത്. ഓക്കെ, ചേഞ്ച് ഇൻ എനർജി, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ലോസ് എന്ന് പറയുമ്പോൾ മൈനസ് അതവിടെ കയറി വരുന്നതാണ് കേട്ടോ, 2i. അപ്പോൾ ഡബിൾ ആവും, മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ആവും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എടാ നമ്മുടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൂവ്മെന്റ്, ലീനിയർ മൂവ്മെന്റ് പറയുന്ന പോലെ തന്നെ ആംഗുലാർ മൂവ്മെന്റ് പറയുന്നതാണ്. അവിടുത്തെ മാസ് ഇൻറ്റു വെലോസിറ്റി ദാറ്റ് ഈസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഇൻറ്റു ആംഗുലാർ വെലോസിറ്റി, അതെല്ലായ്പ്പോഴും എന്താണ്? i⍵ വാല്യൂ അതെന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ആയിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അവിടുത്തെ ഒമേഗ വാല്യൂ അതെന്തായിട്ട് മാറിയിട്ടുണ്ടാവും? നേരെ പകുതി ആയിട്ടുണ്ടാവും. ഓക്കെ, i⍵ കോൺസ്റ്റന്റ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചാൽ മതി. അപ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഡബിൾ ആവുന്ന സമയത്ത് എടാ ഒമേഗ വാല്യൂ അത് നേരെ ഹാഫ് ആകുന്നു, അതിന് ചെറുത് കൊടുക്കുന്നു, സ്ക്വയർ കൊടുക്കുന്നു, ദാറ്റ്സ് ഇറ്റ് അല്ലേ, സിമ്പിൾ പരിപാടി. അപ്പോൾ അങ്ങനെയെങ്കിൽ i⍵² ഹാഫ് ഇൻറ്റു i⍵² മൈനസ് നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 1/2 ഇൻറ്റു 2i ഇവിടെ വരും, ഇവിടെ 2 കയറി വരും, പിന്നെ അപ്പുറത്ത് എന്താ ഉള്ളത്? ω²/4 ഉണ്ട്, ω²/4 ഉണ്ട്. അപ്പോൾ രണ്ട് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് ω²/2. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ 1/2 i⍵² മൈനസ് 1/4 i⍵², ആ രീതിയിലാണ് വരിക ഇത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ എന്താ ഫൈനലി നമുക്ക് കിട്ടുക? അല്ലെ, അര മൈനസ് കാല്, എന്താ കിട്ടുക? കാല് തന്നെ കിട്ടും അല്ലെ, 1/4 തന്നെ കിട്ടും. 1/4 i⍵² എന്ന വാല്യൂ കിട്ടും. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ അങ്ങനെ ഇനി ജസ്റ്റ് വാല്യൂസ് കൊടുക്കാനുള്ളൂ. എടാ അങ്ങനെയെങ്കിൽ നമുക്ക് വാല്യൂസ് കൊടുത്തു നോക്കാം. ഈസ് ഈക്വൽ ടു 1/4 ഇൻറ്റു i എന്ന് പറഞ്ഞാൽ ഡിസ്കിൻ്റെ കേസാണ്, mr²/2 ആണ്. അപ്പോൾ മാസ് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്, mr²/2 മക്കൾ കൊടുക്കുക. മാസ് 5 ആണ്, r² എന്ന് പറയുമ്പോൾ എന്തിൻ്റെ സ്ക്വയർ ആണ്? 2ൻ്റെ സ്ക്വയർ ആണ്, /2 കൊടുക്കണം, 2²/2. ഓക്കെ, mr² അത് കൊടുത്തു. ഇനി അടുത്ത് എന്താ നമുക്ക് കൊടുക്കേണ്ടത്? ω² ആണ് കൊടുക്കേണ്ടത്. ഒമേഗ വാല്യൂ ആംഗുലാർ വെലോസിറ്റിയുടെ വാല്യൂ ക്വസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്, 10 ആണെന്ന് ക്വസ്റ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ബി 100. ഓക്കെ, അപ്പോൾ 2 ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2 × 5 10 ആണ്, 10 × 100 എന്ന് പറയുമ്പോൾ 1000, ദാറ്റ് ഈസ് 1000/4 എന്ന വാല്യൂ കിട്ടും, ദാറ്റ് ഈസ് 250 എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുക. അത്രയും എനർജി ആയതുകൊണ്ട് ദാറ്റ് മച്ച് ജൂൾ എന്നുള്ള രീതിയിലാണ് മക്കളെ ഫൈനൽ ആൻസർ ഇതിൽ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, 250 ജൂൾ എന്നുള്ള രീതിയിലാണ് മക്കൾക്ക് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്, 250 ജൂൾ. അടുത്ത ക്വസ്റ്റൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് 2 cells, one of EMF 8 volt, internal resistance 2 ohm and other of EMF 2 volt and internal resistance 4 ohm are contrast shown in figure. Find the potential difference across the point AC. ഒന്നുമില്ല അല്ലേ, നമ്മുടെ ആ ഒരു സർക്യൂട്ടുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കിർച്ചോഫ് ലോ ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റൻ ആണ്. നമുക്ക് കാണേണ്ടത് എന്താ? അക്രോസ് എസിക്ക് അക്രോസ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടെത്താനാണ് ക്വസ്റ്റിൽ ചോദിച്ചിട്ടുള്ളത്. ഈസി ക്വസ്റ്റൻ ആണ്. ഓക്കെ, നമുക്ക് ആദ്യം സർക്യൂട്ടിലെ കറണ്ട് കണ്ടെത്താം. സർക്യൂട്ടിലെ കറണ്ട് I = V/R ആണ് അല്ലെ, എഫക്റ്റീവ് വോൾട്ടേജ് ഡിവൈഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആർ എഫക്റ്റീവ് ആണ്. അപ്പോൾ ഇവിടുത്തെ എഫക്റ്റീവ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ നമ്മൾ 8 എന്ന് പറയുന്ന ഒരു സെല്ല് കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് 2 വോൾട്ടിൻ്റെ മറ്റൊരു സെല്ല് കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടത്? 8 - 2 എന്നുള്ള രീതിയിലാണ് എടുക്കേണ്ടത്, ഡിവൈഡ് ബൈ ഇവിടുത്തെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ 2 ആൾക്കാരുള്ള
അല്ലേ, 2 ആൾക്കാരാണുള്ളത്. ദാറ്റ് ഈസ് 4 ഓമിൻ്റെ റെസിസ്റ്റൻസും അതേപോലെ തന്നെ 2 ഓമിൻ്റെ റെസിസ്റ്ററും, ഈ 2 റെസിസ്റ്റേഴ്സാണുള്ളത്. അപ്പോൾ 4 + 2 എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാം. അപ്പോൾ അങ്ങനെയെങ്കിൽ 8 - 2 എന്ന് പറയുമ്പോൾ 6 ആണ്, 4 + 2 എന്ന് പറയുമ്പോൾ 6 ആണ്. നമുക്ക് എന്താ കിട്ടുക? 1 ആംപിയർ എന്നുള്ള രീതിയിലാണ് ഫൈനൽ വാല്യൂ കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ കറണ്ട്, ഈ സർക്യൂട്ടിലെ കറണ്ട് എത്രയും നമുക്ക് കിട്ടി? 1 ആംപിയർ എന്ന് കിട്ടി അല്ലേ. നമ്മൾ അല്ലേ സം ഓഫ് പ്രൊഡക്റ്റ് ഓഫ് കറണ്ട് ആൻഡ് റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ടോട്ടൽ EMF എന്നുള്ള രീതിയിലോ അല്ലെങ്കിൽ ഇപ്പുറത്തേക്ക് അതിനെടുത്ത് നെറ്റ് വാല്യൂ ഈസ് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിലോ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയെങ്കിൽ സർ എങ്ങനെയാണ് ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുക? എടാ നമുക്ക് അല്ലേ ആ സർക്യൂട്ട് ലോ വെച്ചുകൊണ്ട്, കിർച്ചോഫ് ലോ വെച്ചുകൊണ്ട് സർ സോൾവ് ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയിൽ VC മൈനസ് നമുക്ക് ഇതിലൂടെ ഫ്ലോ ചെയ്യുന്ന നമ്മുടെ കറണ്ട് 1 ആംപിയർ ആണ്, റെസിസ്റ്റൻസ് 4 ആണ്. അപ്പോൾ -4 × 1 എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. മൈനസ് ഇനി അവിടെ ഒരു 2 ഓമിൻ്റെ അല്ലേ 2 വോൾട്ടിൻ്റെ സെല്ല് ഇരിക്കുന്നുണ്ട്. അപ്പോൾ -2 വോൾട്ട് അവിടെ കൺസിഡർ ചെയ്യണം. പ്ലസ് അടുത്തത് 8 വോൾട്ടിൻ്റെ സെല്ല് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ നെഗറ്റീവാണ് ആദ്യം കയറി വരുന്നത് അല്ലേ, പോസിറ്റീവാണ് വരുന്നത്. ദാറ്റ് ഈസ് അപ്പോൾ 8 അതിനൂടെ കൂടെ കൂട്ടണം. പ്ലസ് നമ്മൾ എന്താ എടുക്കേണ്ടത്? പ്ലസ്സോ മൈനസോ? അടുത്തത് 2 ഓമിൽ കൂടെ ഒഴുകുന്നുണ്ട്. അപ്പോൾ -2 ഓം അല്ലേ, -2 ഓം റെസിസ്റ്റർ കൂടെ ഒഴുകുന്നുണ്ട്. എത്രയാണ് കറണ്ട് ഒഴുകുന്നത്? IR, അവിടുത്തെ IR വാല്യൂ എടുക്കുക. ദാറ്റ് ഈസ് -2 × 1. അപ്പോൾ അങ്ങനെയെങ്കിൽ ഈസ് ഈക്വൽ ടു ഓൾ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടൂടാ? VA എന്ന് കിട്ടും. ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുമല്ലോ. നമുക്ക് കാണേണ്ടത് എന്താ? VC - VA ആണ് കാണേണ്ടത് അല്ലേ, AC അക്രോസ് ആയിട്ടുള്ള സാധനമാണ് കാണേണ്ടത്. അപ്പോൾ അങ്ങനെയെങ്കിൽ -2 - 2 അല്ലേ, -4 അല്ലേ, അപ്പോൾ മൊത്തത്തിൽ -8 വരും. -8 + 8 വെട്ടിപ്പോവും. ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പോൾ AC അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് VC - VAൻ്റെ വാല്യൂ എത്രയാണ് കിട്ടുക? ഒറ്റടിക്ക് മനസ്സിലാക്കുക, വാല്യൂ വിൽ ബി 0 എന്നുള്ള രീതിയിലാണ് നമുക്ക് ഫൈനൽ ആൻസർ ആയിട്ട് കിട്ടുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ മക്കളുടെ? അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് നമ്മുടെ ആറ്റംസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ദാറ്റ് ഈസ് അടിപൊളി ക്വസ്റ്റ്യൻ. ദാറ്റ് ഈസ് ഇലക്ട്രോൺ ഇൻ എൻ ഹൈഡ്രജൻ ആറ്റം ഈസ് എക്സൈറ്റഡ് ടു ആൻ എനർജി ലെവൽ ഹാവിംഗ് എനർജി -0.85 ഇലക്ട്രോൺ വോൾട്ട് എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ nth ഓർബിറ്റലിൻ്റെ എനർജി നമുക്ക് ഓൾറെഡി ഗിവൺ ആണ് ക്വസ്റ്റ്യനിൽ. nth ഓർബിറ്റൽ എനർജി എന്ന് പറയുന്നത് എത്രയാണ്? -0.85 ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻ ഇറ്റ് ക്യാൻ മേക്ക് വെൽ ഡി എക്സൈറ്റേഷൻ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസ് എന്ന് പറയുമ്പോൾ ഉദ്ദേശിച്ച സ്പെക്ട്രൽ ലൈൻസിൻ്റെ എണ്ണമാണ് ഉദ്ദേശിച്ചത്. നമ്മൾ സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ അന്ന് രാത്രി സർ ചെയ്യിപ്പിച്ചതാണ്, ആ ലാസ്റ്റ് എൻ്റെ സെഷനിൽ ചെയ്യിപ്പിച്ചതാണ്. മക്കൾക്ക് ഓർമ്മയുണ്ട് എന്ന് വിചാരിക്കുകയാണ്. എങ്ങനെയാണ് സർ അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നത്? എടാ നമുക്ക് ഗ്രൗണ്ട് എനർജി ലെവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ദാറ്റ് ഈസ് -13.6 ആണ് അല്ലേ, -13.6 ആണ് ഫസ്റ്റ് ഓർബിറ്റിൻ്റെ എനർജി ലെവൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? -13.6 ഡിവൈഡ് ബൈ n², -13.6 ഡിവൈഡ് ബൈ n² ഈസ് ഈക്വൽ ടു എത്രയാണ്? ആ nth ഓർബിറ്റിൻ്റെ എനർജി എത്രയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്? -0.85 എന്നാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. ഓക്കെ, ഈസി ആയിട്ട് ഇതിനെ ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ n² ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ഒറ്റയടിക്ക് തന്നെ ചിലപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ വാല്യൂസ് ചില ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. അതായത് -13.6 പിന്നെ 3.4 എന്നൊക്കെ പറഞ്ഞാൽ വാല്യൂ 1.51 എന്നൊക്കെ പറഞ്ഞാൽ വാല്യൂ മനസ്സിലുള്ള ആൾക്കാർക്ക് ഒറ്റയടിക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും. n² 16 ആണ്. അപ്പോൾ n ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? 4 ആണ് വരിക. ഓക്കെ, അല്ലെങ്കിൽ ആ വാല്യൂസ് മൈൻഡിൽ ഉണ്ടായാൽ മതി കേട്ടോ. അതായത് -13.6 അടുത്ത വാല്യൂ വരുന്ന സമയത്ത് 3.4, 1.51, പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നൊരു വാല്യൂ ആണ് -0.85, അതായത് n ഈസ് ഈക്വൽ ടു 4 ആകുന്ന സമയത്ത്. അപ്പോൾ ആ രീതിയിൽ ചിന്തിച്ചാലും മതി നമ്മുടെ ആ ഒരു എനർജി ലെവൽസ് വെച്ചുകൊണ്ട്. ഇങ്ങനെ ഫസ്റ്റ് എനർജി ലെവൽ, സെക്കൻഡ് എനർജി ലെവൽ, തേർഡ് എനർജി ലെവൽ, ഫോർത്ത് എനർജി ലെവൽ, n ഈസ് ഈക്വൽ ടു 1, അതേപോലെ തന്നെ n ഈസ് ഈക്വൽ ടു 2, n ഈസ് ഈക്വൽ ടു 3 എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അത് റിലേറ്റ് ചെയ്തുകൊണ്ട് ചിന്തിക്കുന്ന സമയത്തും അങ്ങനെയും മക്കൾക്ക് വേണ്ടി ചിന്തിക്കുക. അവിടെ -13.6 ആണ്. ഓക്കെ, അടുത്ത കേസിൽ അത് -3.4, 1.51 എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കയറി പോകും. ഓക്കെ, അപ്പോൾ ഇവിടെ കിട്ടുന്ന എനർജി ആയിരുന്നു -0.85. അങ്ങനെ ചിന്തിച്ചാലും ഓക്കെയാണ്. ക്ലിയർ? ഇനി ഇവിടെ ചോദിച്ചത് നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസിൻ്റെ എണ്ണമാണ് ചോദിച്ചത്. അപ്പോൾ അതെങ്ങനെ കാണുക? n × n-1/2 അല്ലേ, നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് അല്ലെങ്കിൽ പോസിബിൾ ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ n × n-1/2. അപ്പോൾ 4 × 4 - 1 എന്ന് പറയുമ്പോൾ 3 ആണ്, 2 ആണ്. ക്ലിയർ? അപ്പോൾ 4ഉം 2ഉം വെട്ടുന്നു, 2 കിട്ടുന്നു. 2 × 3 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇതാണ് നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസിൻ്റെ എണ്ണം. ഓക്കെ, നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസ് 6 ആണ് കിട്ടുക. ഓക്കെ, പോസിബിൾ ട്രാൻസിഷൻസിൻ്റെ എണ്ണം എത്രയാണ് കിട്ടുക? 6 എന്നുള്ള രീതിയിലാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. നമ്പർ ഓഫ് പോസിബിൾ ട്രാൻസിഷൻസ് എത്രയാണ്? 6 എന്നുള്ള രീതിയിലാണ് കിട്ടുക. ദാറ്റ്സ് ഇറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ സർ? അടുത്ത ക്വസ്റ്റ്യൻ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് എന്ന് തന്നെ സർ പറയും. പല മക്കളും കൺഫ്യൂഷനൊക്കെ ആയിട്ട് ഡൗട്ടൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയായിരുന്നത്. എനർജി സ്റ്റോർഡ് ഇൻ എ സർക്യൂട്ട് 1 ഈസ് E. എടാ ഫസ്റ്റ് സർക്യൂട്ടിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള എനർജി എന്ന് പറയുന്നത് E ആണ്. ഇഫ് കപ്പാസിറ്റേഴ്സ് ഇൻ ദ സർക്യൂട്ട് 1 and 2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ, രണ്ട് കപ്പാസിറ്ററും പാരലായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. ദ എനർജി സ്റ്റോർഡ് ബിക്കംസ് XE/6 ആയി മാറുന്നുണ്ട്. അപ്പോൾ എനർജി സ്റ്റോർഡ് എത്രയായിട്ട് മാറുന്നുണ്ട്? XE/6 ആയിട്ട് മാറുന്നുണ്ട്. ഫൈൻഡ് എക്സ്. അങ്ങനെ വെച്ചാൽ എക്സിൻ്റെ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ക്ലിയർ? അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ നോക്കി നോക്കുക. ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ കേസ് നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് അവിടെ C ആണ് വെച്ചിട്ടുള്ളത്, V ആണ് അവിടുത്തെ വോൾട്ടേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, 2C ആണ് ഇവിടുത്തെ വോൾട്ടേജ് എന്താകുന്നുണ്ട്? 2V ആകുന്നുണ്ട്. ഇത് രണ്ടും കൂടിയാണ് പിന്നെ പാരലായിട്ട് വെക്കുന്നത്. അത് ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ ഈ ഓരോ കേസിലും കപ്പാസിറ്ററിൻ്റെ കേസിലുള്ള റിലേഷൻസും മറ്റൊക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫൈനലി കണ്ടെത്തേണ്ടത് ഇയാളുടെ എനർജി സ്റ്റോർഡ് എത്രയാണ്, മൊത്തത്തിലുള്ള എനർജി എത്രയാണെന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ക്ലിയർ? അപ്പോൾ തുടക്കത്തിൽ തന്നെ ഫസ്റ്റ് നമുക്ക് പറയാൻ പറ്റുന്ന ഇവിടെ ഈസി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു കപ്പാസിറ്ററുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്ന സമയത്ത് എല്ലാവരുടെയും മനസ്സിലുള്ള കാര്യം കപ്പാസിറ്ററിൻ്റെ ചാർജ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് CV ആണ്.
അപ്പോൾ ഫസ്റ്റ് കപ്പാസിറ്ററിൻ്റെ കേസ്, ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ കേസിന് സർ 1 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ Q1 ഈസ് ഈക്വൽ ടു സർക്ക് എന്ത് കൊടുക്കാൻ പറ്റും, CV എന്ന് കൊടുക്കാൻ പറ്റും. ക്ലിയർ. ഇനി അത് രണ്ടാമത്തെ കപ്പാസിറ്റർ കേസിലേക്ക് വരുന്ന സമയത്ത് അവിടെ എന്താ മാറ്റം സംഭവിക്കുന്നത്? എടാ അവിടെ കപ്പാസിറ്റൻസ് 2 ഇരട്ടിയായിട്ട് മാറുന്നുണ്ട്, അതേപോലെ തന്നെ വോൾട്ടേജും 2 ടൈംസ് ആയിട്ട് മാറുന്നുണ്ട് അല്ലേ. ഇതല്ലേ രണ്ടാമത്തെ കപ്പാസിറ്ററിൻ്റെ അവസ്ഥ. വോൾട്ടേജ് 2V ആകുന്നുണ്ട്, കപ്പാസിറ്റൻസ് 2C ആകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള ചാർജ് എന്ന് പറയുന്നത്, അതിലൂടെ ഫ്ലോ ചെയ്യുന്ന ചാർജ് അല്ലെങ്കിൽ അല്ലേ അവിടുത്തെ ചാർജ് എന്ന് പറയുന്നത് എന്താണ്, 4CV എന്നുള്ള രീതിയിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. 4CV ആണ് കിട്ടുക. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ ഇവിടുത്തെ മൊത്തം ചാർജ് Q ഈസ് ഈക്വൽ ടു Q1 പ്ലസ് Q2 എത്രയാണ് സർ കിട്ടുന്നത്? Q1 പ്ലസ് Q2 എന്ന് പറഞ്ഞാൽ CV പ്ലസ് 4CV ദാറ്റ് ഈസ് 5CV എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. 5CV അത് കിട്ടും. ഓക്കെ, ഇതെന്താണ്? ഇത് ഇവിടുത്തെ മൊത്തം ഓവറോൾ ചാർജ് ആണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ ഇത് രണ്ടും കൂടെ ഇപ്പോൾ ഈ സെപ്പറേറ്റ് നിൽക്കുന്ന സമയത്തുള്ള ചാർജ് നമുക്ക് കിട്ടി. ഇത് രണ്ടും കൂടെ നമ്മൾ പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ്. പാരലൽ കോമ്പിനേഷനിൽ വോൾട്ടേജ് കോൺസ്റ്റന്റ് ആക്കാരം. അപ്പോൾ രണ്ടും കൂടെ പാരലായിട്ട് വെക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജുകൾ സെയിം ആണെന്നുള്ള കോൺസെപ്റ്റ് അല്ലേ ഓൾറെഡി നമുക്ക് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഇവിടുത്തെ വോൾട്ടേജ് രണ്ടിനും കൂടെ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് നമുക്ക് കണ്ടുനോക്കാം. ഈ കോമ്പിനേഷൻ അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് V ഈസ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റുക, Q/C എന്നുള്ള രീതിയിലാണ് വോൾട്ടേജ് എടുക്കാൻ പറ്റുക. ഓക്കെ, അപ്പോൾ ഇവിടെ Q എന്ന് പറഞ്ഞാൽ എത്രയാണ്? ചാർജ് ഓൾറെഡി നമുക്ക് മൊത്തത്തിലുള്ള ചാർജ് അറിയില്ല. ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് 5CV ആണ്. ഡിവൈഡ് ബൈ നമ്മൾ എന്ത് കൊടുക്കുന്നു, C കൊടുക്കുന്നു. CC ഗെറ്റ് ക്യാൻസൽഡ്. നമുക്ക് എത്രയാണ് കിട്ടുക? 5 എടാ C ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വെക്കുമ്പോഴുള്ള C അല്ലേ. അപ്പോൾ 2Cയും Cയും എടുക്കണം കേട്ടോ. ദാറ്റ് ഈസ് 3C. ഓക്കെ, അവിടുത്തെ ഓവറോൾ വോൾട്ടേജ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 5CV മൊത്തത്തിലുള്ള ചാർജ് എടുത്തു, ഡിവൈഡ് ബൈ മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ് C എഫക്റ്റീവ് ആണ് അവിടെ എടുക്കേണ്ടത്. അപ്പോൾ Cയും 2Cയും രണ്ടാൾക്കാരുണ്ട്. Cയും 2C എന്ന് പറയുമ്പോൾ 3C എടുക്കണം. അപ്പോൾ 5/3V എന്ന് കിട്ടും. 5/3V. ഓക്കെ, 5/3V ആണ് അവിടുത്തെ മൊത്തത്തിലുള്ള വോൾട്ടേജ്. ഇതാണ് ഇപ്പോൾ ഇതിന് രണ്ടിനും സിക്കും 2Cക്കും കോമൺ ആയിട്ട് 5/3V എന്ന് പറയുന്ന വോൾട്ടേജ് ആണുള്ളത്. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയെങ്കിൽ നമുക്ക് ഇനി എന്ത് കണ്ടെത്താൻ പറ്റും? ഇവിടുത്തെ നമുക്ക് ഈസി ആയിട്ട് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ ഓരോന്നിനും അക്രോസ് ആയിട്ടുള്ള ചാർജ് നമുക്ക് സെപ്പറേറ്റ് എഴുതാം അല്ലേ. ചാർജ് Q ഈസ് ഈക്വൽ ടു ഫസ്റ്റ് കേസിൽ Q ഈസ് ഈക്വൽ ടു CV ഇങ്ങനെയാണല്ലോ നമ്മൾ എടുക്കുക. ഫസ്റ്റ് കേസിൽ C ആണ് കപ്പാസിറ്റൻസ് ഉള്ള കാര്യം നമുക്കറിയാം. ഫസ്റ്റ് കേസിൽ വോൾട്ടേജ് നമ്മൾ എത്ര കൊടുക്കുകയാണ്? 5/3V എന്ന് കൊടുക്കുകയാണ്. ഓക്കെ, ഇത് എപ്പോഴത്തെ കേസാടാ? ഇത് രണ്ടും കൂടെ ഒരുമിച്ച് കോമ്പിനേഷൻ നമ്മൾ കണക്ട് ചെയ്തു. അങ്ങനെ വെച്ചെങ്കിൽ ഒന്നാമത്തെ C എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ടുള്ള അതിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള അവിടുത്തെ ചാർജ് ആണ് എന്ത് സർ Q1 എന്ന് ഇവിടെ കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അവിടുത്തെ ചാർജ് ആണ്. അപ്പോൾ 5/3 വോൾട്ടേജ് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇവിടെ എങ്ങനെയാണ് വാല്യൂ വരിക? 5/3CV എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുക. 5/3CV. ഇനി Q2 അതായത് 2C എന്ന് പറയുന്ന കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ട് എത്രയാണ് വരിക? അവിടുത്തെ കപ്പാസിറ്റൻസ് 2C ആണ് വരിക. ഈ കേസാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിട്ടുള്ള ചാർജ് എന്ന് പറയുമ്പോൾ അതേ ഇൻറ്റു 5/3V അല്ലേ. രണ്ടിലും വോൾട്ടേജ് സെയിം ആണല്ലോ. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ നേരത്തെ 2 ഇരട്ടി ദാറ്റ് ഈസ് 10/3CV. ഈ രീതിയിൽ നമുക്ക് Q2 വാല്യൂ കിട്ടുക. ഓക്കെ, ഞാൻ ഉദ്ദേശം മനസ്സിലായിട്ടുണ്ട്. ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് അത് ഉദ്ദേശിച്ചത്. ഇത് രണ്ടും കൂടെ കോമ്പിനേഷനിലായ ശേഷമാണ് ഇവിടെ അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ റിസൾട്ടൻ്റ് രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് ആഫ്റ്റർ രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതിൻ്റെ ശേഷമാണ് ഇവിടെ അങ്ങോട്ട് പറയുന്നത്. ഓക്കെ, അപ്പോൾ വോൾട്ടേജ് രണ്ടിനും അക്രോസ് ആയിട്ട് VC സെയിം വോൾട്ടേജ് ആണ് വരിക, കോമൺ വോൾട്ടേജ് ആണ് വരിക. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അങ്ങനെയെങ്കിൽ Q1 Q2 കിട്ടി. നമുക്ക് കാണേണ്ടത് അല്ലേ ഇവിടുത്തെ ടോട്ടൽ എനർജിയാണ് കണ്ടെത്തേണ്ടത്. ടോട്ടൽ എനർജി എങ്ങനെയാണ് സർ കണ്ടെത്താൻ പറ്റുക? അതാണ് കുറേ ആൾക്കാരുടെ പ്രശ്നം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യുക? ഇവിടുത്തെ ഒന്നാമത്തെ ആൾക്ക് അക്രോസ് ആയിട്ടുള്ള എനർജി കണ്ടെത്താം. എനർജി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, ½ CV² ആണ്. ക്ലിയർ. അപ്പോൾ അങ്ങനെയെങ്കിൽ ½ സർ കൊടുക്കുന്നു. C വാല്യൂ അല്ലേ ഫസ്റ്റ് കേസിൽ C തന്നെയാണ്. ഫസ്റ്റ് കേസിൽ അവിടുത്തെ V വാല്യൂ എത്രയാണ് നമ്മൾ എടുക്കേണ്ടത്? V എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടിനും കോമൺ അല്ലടാ Vൻ്റെ വാല്യൂ വരിക. ഓക്കെ, അപ്പോൾ 5/3 കൊടുക്കുക. 5/3V². ഓക്കെ, ഈ രീതിയിലാണ് ഫസ്റ്റ് കേസിൽ എനർജി വരിക. ഇനി രണ്ടാമത്തെ കേസിൽ എനർജി E2 എന്ന് പറയുന്ന എനർജി എങ്ങനെയാണ് വരിക? ½ ഇൻറ്റു C എന്ന് പറയുമ്പോൾ അവിടെ 2C ആണ് വരിക ഇൻറ്റു V². അവിടുത്തെ വോൾട്ടേജിൻ്റെ സ്ക്വയർ ഈസ് ഈക്വൽ ടു ½ ഇൻറ്റു നമുക്ക് എങ്ങനെ കൊടുക്കാം? 2C കൊടുക്കണം. V വോൾട്ടേജിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 5/3Vൻ്റെ ഹോൾ സ്ക്വയർ. ക്ലിയർ, ഈ രീതിയിൽ വരും. ക്ലിയർ. ഇവിടെ ഈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ E1 പ്ലസ് E2 ആണ്. രണ്ടും കൂടെ കൂട്ടിയതാണ് ഇവിടുത്തെ ടോട്ടൽ എന്തെന്ന് പറയുന്നത്, എനർജി എന്ന് പറയുന്നത്. രണ്ടും കൂടെ കൂട്ടിയതാണ് നമ്മുടെ ടോട്ടൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് സർ ടോട്ടൽ എനർജി എഴുതാൻ പറ്റുക? മക്കൾ നോക്കിക്കേ, ഫസ്റ്റ് കേസിൽ എത്രയാണ് വരിക? 5ൻ്റെ സ്ക്വയർ 25 ആണ്. അപ്പോൾ 25CV² അല്ലേ. 25/2 CV². 25/2 ഇൻറ്റു 3. അപ്പോൾ 5² 25 ഉണ്ട്, 3² 9 ഉണ്ട്. 9 × 2 എന്ന് പറയുമ്പോൾ 18 CV². 25/18 CV². ഇതാണ് ഫസ്റ്റ് കേസിൽ വരിക അല്ലേ. 5ൻ്റെ സ്ക്വയർ 25 ആണ്, 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9 × 2 എന്ന് പറയുമ്പോൾ 18 ആണ്. അപ്പോൾ 18 CV². 25/18 CV². ഇനി അപ്പുറത്ത് E2ൻ്റെ വാല്യൂ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്താ കിട്ടുക? 2ൻ്റെ സ്ക്വയർ 5ൻ്റെ സ്ക്വയർ 25 ആണ്. 25 ഇൻറ്റു 2 വരുന്നുണ്ട്. അപ്പോൾ 50 വരുന്നുണ്ട് അവിടെ. അടിയിൽ എന്താ വരിക? 3ൻ്റെ സ്ക്വയർ 9 ആണ്. 9 × 2 എന്ന് പറയുമ്പോൾ 18 ആണ് വരുന്നത്. 18 CV². ക്ലിയർ. അപ്പോൾ അങ്ങനെ വെച്ചാൽ എന്താ നമുക്ക് കിട്ടുന്നത്? 18 കോമൺ ആണ് ഡിനോമിനേറ്റർ. അപ്പോൾ രണ്ടും കൂടെ ആഡ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് 75 CV² എന്ന് കിട്ടും.
75 CV സ്ക്വയർ ഓക്കെ ബൈ 18 75 CV സ്ക്വയർ ബൈ 18 എന്നുള്ള രീതിയിൽ വാല്യൂ കിട്ടും. കോമൺ ബേസ് ആണ് വരുന്നത്. അപ്പോൾ ഡയറക്റ്റ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് അടിയിൽ നമുക്ക് എന്ത് വരുത്തണടാ, രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. അടിയിൽ 6 വരണം. ഇവിടെ ഇനീഷ്യലി ഉള്ള സർക്യൂട്ട് 1ൻ്റെ എനർജീനെ നമ്മൾ 1 ഇ എന്നാണ് എടുക്കുന്നത്. ഫസ്റ്റ് സർക്യൂട്ടിൻ്റെ ഇ എന്നാണ് നമ്മൾ എടുക്കുന്നത്. ആ രണ്ട് കണ്ടീഷൻസ്. അപ്പോൾ നമുക്ക് ആദ്യം ഡിനോമിനേറ്റർ 6 ആക്കാം. അപ്പോൾ അതിന് വേണ്ടി രണ്ടിനെ നമ്മൾ 3 കൊണ്ട് വെട്ടുകയാണ്. ഓക്കെ, മുകളിലും അടിയിലും അല്ലേ വിത്ത് റെസ്പെക്ട് ടു ടി ക്യാൻസൽ ചെയ്യാണ്. അപ്പോൾ മുകളിൽ വരുന്ന നമുക്ക് കിട്ടുന്ന 25/6 അല്ലേ. അപ്പോൾ 3 × 25 ആണ് 75, 3 × 6 ആണ് 18 എന്ന് പറയുന്നത്. അപ്പോൾ CV സ്ക്വയർ കിട്ടി. ക്ലിയർ. ഇനി ഇനീഷ്യലി ഉള്ള എനർജി എന്താ, അത് ഹാഫ് CV സ്ക്വയർ അല്ലേ. തുടക്കത്തിലുള്ള അല്ലേ ഫസ്റ്റ് ആളുടെ എനർജി എന്ന് പറയുന്നത് ഹാഫ് CV ചാർജ് ആവുന്ന സമയത്തുള്ള എനർജി ഹാഫ് CV സ്ക്വയർ ആണ്. അപ്പോൾ ഹാഫ് CV സ്ക്വയർ നമ്മൾ ഇ എന്ന് വിളിക്കണം. ഹാഫ് CV സ്ക്വയർ നമ്മൾ ഇ എന്ന് വിളിക്കണം. ക്ലിയർ. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ നമ്മൾ ഇതിനൊരു കാര്യം ചെയ്യുകയാണ്, ഇൻറ്റു 2/2 ചെയ്യാണ്. ഇൻറ്റു 2/2 ചെയ്യാണ്. അപ്പോൾ CV സ്ക്വയർ ബൈ 2 അത് നമുക്ക് ഇ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ 50/6 ഇ എന്ന് കിട്ടും. 50/6 ഇ എന്ന് കിട്ടും. അപ്പോൾ E/6 എക്സ് E/6 എന്നാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്രയാണ് നമുക്ക് കിട്ടുന്നത്, എക്സ് വാല്യൂ വിൽ ബി ലൈക്ക് 50. എക്സിൻ്റെ വാല്യൂ ആയിട്ട് നമുക്ക് കിട്ടുന്നത് 50 എന്ന് പറയുന്ന വാല്യൂ ആണ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സെറ്റ് അല്ലേ. സർ, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ അടിപൊളിയായിട്ട് ശ്രദ്ധിച്ചോ. ദാറ്റ് ഈസ് ലോസ് ഓഫ് മോഷൻ ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ് വന്നിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇഫ് വയർ BC ഹാസ് യങ്സ് മോഡുലസ് ഓഫ് y is equal to 2 × 10⁻11 Newton per meter square. ഇത്രയാണ് അവിടുത്തെ യങ്സ് മോഡുലസ് എന്ന് ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ആൻഡ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. എത്രയാണ് സർ തന്നിട്ടുള്ളത്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 × 10⁻⁻4 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം. ഫൈൻഡ് ദ സ്ട്രെയിൻ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. BC എന്ന് പറയുന്ന ലെങ്ത്തിൽ, ഈ ലെങ്ത്തിലുള്ള സ്ട്രെയിൻ ആണ് കാണേണ്ടത്. യൂണിറ്റ് 10⁻⁻4 ആയിരിക്കണം എന്നും പറയുന്നുണ്ട്. യൂണിറ്റ് 10⁻⁻4 ഓർഡറിലാണ് വരേണ്ടത് എന്നുള്ളതും പ്രത്യേകതയിൽ പറയുന്നുണ്ട്. ക്ലിയർ. മക്കൾ നോക്കി നോക്കുക. ആദ്യം പറയട്ടെ, BC എന്ന് പറയുന്ന ഈ ഒരു ലെങ്ത്തുമായിട്ട് റിലേറ്റ് ചെയ്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ BC എന്ന് പറയുന്ന ലെങ്ത്ത് ഇത് താഴേക്ക് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആക്സിലറേഷൻ വേണം. ആ ആക്സിലറേഷൻ താഴേക്ക് അത് മൂവ് ചെയ്യുന്ന ആ ആക്സിലറേഷൻ അത് നമുക്ക് പറയാൻ പറ്റൂലേ. എങ്ങനെ പറയാൻ പറ്റും, നമ്മൾ കണക്റ്റഡ് ബോഡി മോഷൻ ഈസി ആയിട്ട് നമ്മൾ അല്ലേ നമ്മുടെ സെഷൻസ് തന്നെ ഒരുപാട് പ്രാവശ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ ഒരു പാർട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ചിട്ടുള്ള കേസിൽ ആ ഹാങ്ങിങ് മാസ് ദാറ്റ് ഈസ് അല്ലേ ആ തൂങ്ങിക്കിടക്കുന്ന മാസ് എത്രയാണ്, 3 ഡിവൈഡ് ബൈ അവിടുത്തെ മൊത്തം മാസ് എത്രയാണ്, 3 + 3 + 3 അതല്ലേ മൊത്തം മാസ് ഇൻറ്റു G എടുത്താൽ മതി. നമുക്കെടുത്ത് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ ഇതിനെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും, A = 3G/9 ആണ്. ദാറ്റ് ഈസ് G/3 ആണ്. ക്ലിയർ. ഇനി അടുത്തത് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് നമുക്ക് നോക്കി നോക്കാം. ഇവിടെ താഴേക്ക് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഏതാ, 3 കിലോഗ്രാം മാസുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ടുള്ള അല്ലേ അതിൻ്റെ വെയിറ്റ് ദാറ്റ് ഈസ് 3G താഴേക്ക് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് ഇതിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ. അതാണ് ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ താഴേക്ക് 3G എന്ന് പറയുന്ന അതിൻ്റെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. താഴേക്ക് 3G എന്ന് പറയുന്ന ആ ബോഡിയുടെ വെയിറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. മുകളിലേക്ക് T എന്ന് പറയുന്ന ടെൻഷൻ ആക്ട് ചെയ്യുന്നുണ്ട്. = അവിടുത്തെ നെറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 3 കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ എന്ന് കൊടുക്കുന്നു. ദാറ്റ്സ് ഇറ്റ്. അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. അപ്പോൾ 3G എന്ന് പറയുന്ന വെയിറ്റ് താഴേക്ക്, മുകളിലേക്ക് ടെൻഷൻ = നെറ്റ് ഫോഴ്സ് ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. മാസ് 3 കിലോഗ്രാം ആണ്, ആക്സിലറേഷൻ എന്ന് കൊടുക്കുന്നു. ക്ലിയർ. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ നമുക്ക് ഇവിടുന്ന് എന്ത് കണ്ടെത്തണം, ടെൻഷൻ കണ്ടെത്തണം. ടെൻഷൻ T = എന്തെടുക്കുക, 3G - 3A എന്നാണ് എടുക്കുക. 3G - 3A. ഓക്കെ. അപ്പോൾ അങ്ങനെ വെച്ചാൽ ടെൻഷൻ T = 3G - 3A. A എന്ന് പറഞ്ഞത് എന്താ, G/3 ആണ്. A എന്ന് പറഞ്ഞാൽ എന്താ, G/3. അപ്പോൾ G ഗെറ്റ് ക്യാൻസൽഡ്. അപ്പോൾ 3G ന്ന് 1G കുറക്കുകയാണ്. അപ്പോൾ എന്ത് കിട്ടും, 2G കിട്ടും. ഓക്കെ. അപ്പോൾ ടെൻഷൻ T = 2 × Gൻ്റെ വാല്യൂ 10 ആക്കി എടുക്കുകയാണ്. അപ്പോൾ 2 × 10 ദാറ്റ് ഈസ് 20 ന്യൂട്ടൺ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ കിട്ടി. ടെൻഷൻ മീൻസ് അതൊരു ഫോഴ്സിനാണ്, അത് അനുഭവപ്പെടുന്ന വലിവ് ദാറ്റ് ഈസ് ഫോഴ്സ് ആണ്. 20 ന്യൂട്ടൺ എന്നാണ് നമുക്ക് വാല്യൂ കിട്ടിയിട്ടുള്ളത്. ക്ലിയർ. അപ്പോൾ അങ്ങനെ വെച്ചെങ്കിൽ നമുക്കിവിടെ കാണേണ്ടത് എന്താണ്, കാണാൻ ചോദിച്ചത് സ്ട്രെയിൻ ആണ് കാണാൻ ചോദിച്ചത്. നമുക്കറിയാം യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. σ/ε ആണ്. സ്ട്രെസ് ബൈ സ്ട്രെയിൻ ആണ്. നമുക്ക് കാണേണ്ടത് സ്ട്രെയിൻ ആണ്. ε = ഇവിടുത്തെ സ്ട്രെസ് ഡിവൈഡ് ബൈ എന്ത് കൊടുക്കാൻ പറ്റും, യങ്സ് മോഡുലസ് എന്നുള്ള രീതിയിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഇനി സ്ട്രെസ് അത് എത്രയാണ് സർ, സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബൈ ഏരിയ അങ്ങനെയാണ് നമ്മൾ എടുക്കാറ്. ആ ഫോഴ്സ് എത്രയാണ്, 20 ആണ്. ഓക്കെ. ഏരിയ ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ, ഏരിയ എത്രയാണ് തന്നെ 5 × 10⁻⁻4. ഓക്കെ. അപ്പോൾ ഫോഴ്സ് ബൈ ഏരിയ, ടെൻഷൻ അല്ലേ ബൈ ഏരിയ. ഏരിയ എന്ന് പറയുമ്പോൾ 5 × 10⁻⁻4 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു 10⁻⁻4 കൊണ്ട് കൂടി ഗുണിക്കണം. എന്തിനാണ് സാർ അങ്ങനെ ഗുണിക്കുന്നത്, സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സാറേ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യുക, നമ്മൾ 10⁻⁻2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് മാറ്റാനോ 10⁻⁻2ൻ്റെ സ്ക്വയർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 10⁻⁻2ൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് 10⁻⁻4. അപ്പോൾ 5 × 10⁻⁻4 അത്രയും സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് 10⁻⁻2ൻ്റെ സ്ക്വയർ കൊണ്ട് ദാറ്റ് ഈസ് 10⁻⁻4 കൊണ്ട് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇൻറ്റു ഇനി നമ്മൾ എന്താ കൊടുക്കേണ്ടത്, അടുത്തത് നമ്മൾ കൊടുക്കേണ്ടത് ഇൻറ്റു യങ്സ് മോഡുലസ് ആണ് കൊടുക്കേണ്ടത്. യങ്സ് മോഡുലസ് തന്നിട്ടുള്ളത് 2 × 10⁻11. 2 × 10⁻11. ഈസി ആയിട്ട് ഇവിടെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. എത്രയുടെ കിട്ടുക, 2 × 0 ഒക്കെ ഇവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. 10⁻8 ഇവിടെ ഉണ്ട്, -8 ഉണ്ട്. പിന്നെ ഇവിടെ 10⁻3 ആണ് ബാലൻസ് വരിക. അപ്പോൾ അതും അല്ലേ ഇതും ക്യാൻസൽ ചെയ്യാൻ പറ്റും. 10⁻2 വരും. 2 × 5 10 ആണ് വരിക. അപ്പോൾ വീണ്ടും അല്ലേ ഒരു വാല്യൂ കുറയും. അപ്പോൾ 2 × 10⁻³ എന്നുള്ള രീതിയിലാണ് കിട്ടുക. 2 × 10⁻³ ക്വസ്റ്റിൽ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഓർഡർ 10⁻⁻4 റേഞ്ചിലാണ് വരേണ്ടത്. അപ്പോൾ 10⁻⁻4 ഓർഡറിലേക്ക് വരാൻ വേണ്ടിയിട്ട് by 10 × 10. അപ്പോൾ 2
ഇൻറ്റു 10/10 ഈ ഒരു ഫോമാറ്റ് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇൻറ്റു 10⁻³ ഓക്കെ. അപ്പോൾ ഇതെന്താ കൂടാ, അപ്പോൾ 20 ഇൻറ്റു 10⁻⁻4 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ -4 ഓർഡറിൽ പറയുന്ന സമയത്ത് എത്രയാണ് ആൻസർ ആയിട്ട് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്? 20 ഓക്കെ. 10⁻⁻4 ആണ് അതിൻ്റെ ഓർഡർ എന്ന് ആൾറെഡി ഒരു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്ര വാല്യൂ വരേണ്ടത്, എത്ര വാല്യൂ മക്കൾ പിക്ക് ചെയ്യേണ്ടത്? 20 എന്നുള്ള രീതിയിൽ ഓക്കെ. എടാ ഇത്രയാണ് ഇവിടുത്തെ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള. അപ്പോൾ കുട്ടികൾ പറഞ്ഞ ഒരു സംഭവമൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തെടുത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, മക്കൾ അടിപൊളിയായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്തൊരു സെഷനുമായിട്ട് നമ്മൾ ഫുൾ എനർജിയിൽ വീണ്ടും കണ്ടുമുട്ടും. അതുവരേക്കും ബൈ ബൈ.